ഒന്ന് തുർക്കിയിൽ മുഹമ്മദിൻ്റെ കാർട്ടൂൺ കാണിച്ചു എന്ന് പറഞ്ഞിട്ട് ലേമൻ എന്നുള്ള ആക്ഷേപഹാസ്യ മാസികയുടെ അധികൃതരെ അല്ലെങ്കിൽ ആ മാസികയിൽ പ്രവർത്തിച്ച 4 പേരെ അറസ്റ്റ് ചെയ്തു. അവിടുത്തെ താടിയുള്ള കോയന്മാർ പ്രശ്നം ഉണ്ടാക്കിയതാണ്. അപ്പോൾ അതാണ് ഒന്ന്. രണ്ടാമത്, ഇന്ത്യയുടെ 2 പൗരന്മാരെ നൈജറിൽ തീവ്രവാദികൾ തട്ടിക്കൊണ്ടുപോയെന്ന് ഇന്ത്യൻ മീഡിയ റിപ്പോർട്ട് ചെയ്തു. ഇത് മറ്റ് മീഡിയയിൽ ഞാൻ കണ്ടില്ല. അപ്പോൾ ഇന്ത്യൻ മീഡിയയുടെ അടിസ്ഥാനത്തിലാണ് ഇത് പറയുന്നത്. പലപ്പോഴും ഇന്ത്യക്കാർ റിപ്പോർട്ട് ചെയ്ത ഇത്രച്ച് വിദേശത്തുള്ള വാർത്തകൾ റിപ്പോർട്ട് ചെയ്യുന്നതിൽ കുറേ പ്രശ്നങ്ങളുണ്ട്. എന്തായാലും ഇന്ത്യൻ എംബസി കൺഫേം ചെയ്തു എന്നാണ് ഇതിനെക്കുറിച്ച് ഞാൻ മനസ്സിലാക്കിയത്. മറ്റൊരു വാർത്ത സിറിയയിൽ നിന്നാണ്. സിറിയയിലെ ഡ്രൂസ് അതേപോലെ അവിടുത്തെ ബദവിൻ അറബികളും സുവൈദയിൽ നടക്കുന്ന ആ പ്രശ്നവുമായി ബന്ധപ്പെട്ട് മുഹമ്മദിൻ്റെ മാതൃകയിൽ പെണ്ണുങ്ങളെയും കുട്ടികളെയും തട്ടിക്കൊണ്ടുവന്നതിൻ്റെ ഒരു വീഡിയോ. അപ്പോൾ അതിലുള്ള ചില കാര്യങ്ങൾ വിശദാംശങ്ങൾ പറയാനുണ്ട്. അതിൽ ഒരു ഖത്തർ ആണെന്ന് തോന്നുന്നു അടിസ്ഥാനപ്പെടുത്തിയുള്ള ഒരു TV ചാനൽ, ആ TV ചാനൽ ഇത് റിപ്പോർട്ട് ചെയ്യാണ്. അപ്പോൾ ഈ ഇവരെ വണ്ടിയിൽ ഇങ്ങനെ പിന്നിൽ ഈ ഡ്രൂസ് വിഭാഗത്തിൽപ്പെട്ട ഏതോ വീട്ടിൽ നിന്ന് പെണ്ണുങ്ങളെയും കുട്ടികളെ ഇറക്കി കൊണ്ടുവന്നിട്ടുണ്ട്. അവിടെ അതിൻ്റെ ഡ്രൈവർ ആയിട്ടുള്ള ബദവിൻ അറബി ഇങ്ങനെ പറയുകയാണ്, ഞങ്ങൾ ഈ ഡ്രൂസുകളെ പോലെ ഒന്നും ഞങ്ങൾ ഇവരെ യുദ്ധമുഖത്ത് നിന്ന് രക്ഷിക്കാൻ വേണ്ടി സംരക്ഷിക്കാൻ വേണ്ടിയാണ് ഇത് കൊണ്ടുവന്നിട്ടുള്ളത്. കുറച്ച് കഴിഞ്ഞപ്പോൾ അതിൻ്റെ പുറകിലുള്ള ആ സ്ത്രീകളോട് ഈ റിപ്പോർട്ടർ ഓരോന്നിങ്ങനെ ചോദിക്കുന്നത് എന്തൊക്കെയുണ്ട് സുഖമല്ലേ എന്നൊക്കെ. അപ്പോൾ അവർ പറയുന്നു ഞങ്ങൾ പിടിച്ചുകൊണ്ട് പോകുന്നതാണ്. അപ്പോൾ അതിൻ്റെ ഒരു വിശദാംശം നമ്മൾ ഇതിന് കഴിഞ്ഞ് വന്നിട്ട് ഇപ്പോൾ അവിടെ നടക്കുന്നതിൻ്റെ ഒരു ഏകദേശ ചിത്രമാണ്. മുഹമ്മദിൻ്റെ അതേ മാതൃകയിൽ പെണ്ണുങ്ങളെയും കുട്ടികളൊക്കെ പിടിച്ചുകൊണ്ട് പോകുന്നതിൻ്റെ ഒരു നേർചിത്രം. സിറിയയുടെ അവസ്ഥയാണ് ഞാൻ പറയുന്നത്. അപ്പോൾ അതാണ് മറ്റൊരു വാർത്ത. ഈ BBC റിപ്പോർട്ട് ചെയ്താണ്. ഇവിടെ ക്ലീസ്ത്രോപ്പാണ് എന്ന് തോന്നുന്നു, ബ്രിട്ടനിലെ ഒരു സ്ഥലത്ത് വെച്ച് സോഷ്യൽ മീഡിയയിൽ വയലൻ്റ് ജിഹാദ് രാവിലെ കേൾക്കുന്നുണ്ടെങ്കിൽ പ്രൊമോട്ട് ചെയ്തതിന് ഒരു 26 വയസ്സുകാരനെ അറസ്റ്റ് ചെയ്തു. പ്രധാനമായിട്ട് IS-ൻ്റെ പ്രൊപ്പഗാൻഡ പ്രസരിപ്പിച്ചതാണ്. ദായിഷ് അഥവാ IS എന്ന് പറയുന്ന ആ സംഘടനയുടെ തീവ്രവാദപരമായിട്ടുള്ള ജൽപ്പനങ്ങൾ ഒരുപാട് സോഷ്യൽ മീഡിയയിൽ പ്രചരിപ്പിക്കുകയും ഭയങ്കര ലൈക്കും ഫോളോവേഴ്സൊക്കെ ഉള്ളൊരു വ്യക്തിയായി പെട്ടെന്ന് മാറി. ഇത് മൂലം അറിയാലോ, അതാണ് ഇങ്ങനത്തെ കാര്യങ്ങൾക്കൊക്കെ ഭയങ്കര ട്രാക്ഷനാണ് പൊതുവിൽ മുസ്ലിം സമൂഹത്തിനിടയിൽ. പക്ഷേ എല്ലാ ആൾക്കാർ, അതായത് എല്ലാ മുസ്ലിങ്ങളും തീവ്രവാദികളാണ് എന്നല്ല നമ്മൾ പറയുന്നത്. പക്ഷേ എല്ലാ മുസ്ലിങ്ങളും തീവ്രവാദികളല്ല എന്നുമല്ല നമ്മൾ പറയുന്നത്. അതങ്ങനെ മനസ്സിലാക്കി മതി. അപ്പോൾ അടുത്ത് ലീഡിങ് ഇസ്ലാമിക് അതോറിറ്റി, അതായത് ഗാസയിലെ ഒരു പ്രധാനപ്പെട്ട, ഞാൻ പറയുന്നത് കേൾക്കുന്നുണ്ടല്ലോ അല്ലേ? കേൾക്കാം ഓഡിബിൾ. ഗാസയിലെ ഒരു പ്രധാനപ്പെട്ട ഒരു പണ്ഡിതൻ മുമ്പ് 2024 ഇയാളിങ്ങനെ ഒരു പ്രസ്താവന നടത്തിയിരുന്നു. ഈ ഹമാസിനെ കുറിച്ച് ഭയങ്കരമായിട്ട് വിമർശനമൊക്കെ ഉന്നയിച്ച് വീണ്ടും ഒരു പ്രസ്താവന നടത്തിയിട്ടുണ്ട്. ഈ ഗാസയിലെ ആളുകളെ മനുഷ്യകവചമാക്കി ഉപയോഗിക്കുന്നതിനെതിരെ പുള്ളി ഭയങ്കരമായിട്ട് ഖണ്ഡിതമായി വിമർശിച്ചു. അതാണ് മറ്റൊന്ന്. ഹമാസിൻ്റെ ഈ ആളുകളെ കൊലക്കൊടുത്തുകൊണ്ടുള്ള പരിപാടി ഇത്രയും കാലമായിട്ട് വിജയിച്ചിട്ടില്ല, അങ്ങനെ നമുക്ക് ഇസ്രായേലിനെ തോൽപ്പിക്കാനാവില്ല എന്നൊക്കെയാണ് പുള്ളി പറയുന്നത്. മറ്റൊരു വാർത്ത ജർമ്മനിയിൽ നിന്നാണ്. അവിടുത്തെ ഈ സുവൈദയിലെ, അതായത് സിറിയയിലെ സുവൈദയിൽ ഉണ്ടായിട്ടുള്ള ഡ്രൂസ് ബദവിൻ അറബികളും തമ്മിലുള്ള ആ ഒരു പ്രശ്നത്തിൻ്റെ സാഹചര്യത്തിൽ അവിടെ അലവൈറ്റുകളും ഡ്രൂസുകളും ക്രിസ്ത്യാനികളും ഒക്കെ ഒരുമിച്ച് കൂടി ഈ സിറിയയിലെ ഡ്രൂസുകൾക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കാൻ വേണ്ടി, അതേപോലെ കുർദുകൾ അവരൊരു സമരമല്ല ഒരു എന്താ പറയുക റാലി നടത്തുന്നു. അതേപോലെ അതിന് എതിരെ എന്ന് പറഞ്ഞിട്ട് സിറിയൻ സുന്നി അറബികൾ അവിടെ, അതായത് ഈ ഐക്യദാർഢ്യത്തിനെതിരെ അവർ ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചു. അവരൊരു സമരം നടത്തുന്നു. അവർ തമ്മിൽ ചെറിയ കശപശ ഉണ്ടാകുന്നു. 4 ജർമ്മൻ പോലീസുകാർക്ക് പരിക്കേൽക്കുന്നു. അതുമായി ബന്ധപ്പെട്ട് അവിടുത്തെ ഒരു മുസ്ലിം ഫെമിനിസ്റ്റ് ആയിട്ടുള്ള ഒരു സ്ത്രീ ഇമാം ഈ സിറിയക്കാരെ വിമർശിച്ചുകൊണ്ടും ഇവരുടെ ജർമ്മനിയിലെ ലിബറൽ സമൂഹത്തിന് നേരെ ഇവർ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളെ പറ്റിയുള്ള ഒരു പ്രസ്താവന, അതിനെക്കുറിച്ചുള്ള വിശദാംശം അടുത്ത സ്ലൈഡുകൾ വരുന്നുണ്ട്. ഇനി മറ്റൊന്ന്, ഇറാനിലെ സിസ്താൻ ബലൂചിസ്ഥാൻ പ്രവിശ്യയിലെ ഒരു സ്ഥലത്ത് കോടതിക്കകത്ത് കയറി അവിടുത്തെ ഒരു ലോക്കൽ തീവ്രവാദ സംഘടന വെടിവെപ്പൊക്കെ നടത്തിയിട്ടുണ്ട്. അതിൻ്റെ പൂർണ്ണ വിവരം കിട്ടിയിട്ടില്ല, അവിടെ എത്രത്തോളം ആളുകൾ മരിച്ചു പരിക്കേറ്റു എന്നുള്ളത്. അപ്പോൾ അതാണ് മറ്റൊരു വാർത്ത. ഇനി ഇതേപോലെ ഞാനത് മാറ്റാൻ മറന്നുപോയി, ഇസ്രായേലിൽ നിന്നുള്ള വാർത്തയാണ്. എല്ലാവരും ക്ഷമിക്കാതെ ഞാൻ കോപ്പി പേസ്റ്റ് ചെയ്തപ്പോൾ തെറ്റിപ്പോയതാണ്. അപ്പോൾ അത് ഇസ്രയേലി ആയ ഒരു ആൾ, അല്ലെങ്കിൽ ജൂതനായ ഒരാൾ ഗ്രീസിൽ അവിടെ പുള്ളി ടൂറിസ്റ്റായിട്ട് പോയതായിരുന്നു.
അപ്പോൾ പുള്ളി അവിടെ പോയ സമയത്ത് സിറിയക്കാരനായ ഒരു ഡാഷ് അവൻ ഇയാളെ ആക്രമിക്കുകയും ഇയാളുടെ ചെവി കടിച്ചു പറിക്കുകയും ചെയ്തു. എന്താണ് മറ്റേ തിരുമുദ്രാവാക്യം ഫ്രീ പലസ്തീൻ അതൊക്കെ വിളിച്ചിട്ട് ഞാൻ ഹമാസാണെന്നൊക്കെ പറഞ്ഞ് ചെവി കടിച്ചു പറിച്ചു. എന്നിട്ട് അയാൾ പോയിട്ട് പോലീസ് കംപ്ലൈൻറ്റ് ചെയ്തു, ഇവൻ എന്നോട് വംശീയമായി പെരുമാറിയെന്ന്. ആര്? ഇയാൾ ചെവി കടിച്ചു പറിച്ച ആൾ ഇയാളോട് വംശീയമായിട്ട് പെരുമാറിയെന്ന് പറഞ്ഞിട്ട് പോലീസ് ഈ ജൂതനെ അറസ്റ്റ് ചെയ്തു. അങ്ങനത്തെ ഒരു പ്രത്യേക കഥയാണ്. അപ്പോൾ അതിൻ്റെ വിശദാംശവും നമുക്ക് ജസ്റ്റ് കുറച്ച് കഴിഞ്ഞ് കാണാം. സ്പെഷ്യൽ വിക്ടിം കാർഡ്. അതെ, അല്ല അത് മുസ്ലിം ആകുമ്പോൾ വിക്ടിം കാർഡ് ഇല്ലെങ്കിൽ ഒരു രസമില്ലല്ലോ. മിനിമം വിക്ടിം കാർഡെങ്കിലും വേണം. 1.9 ബില്യൺ സ്ട്രെങ്ത് ഉള്ള ആളുകൾക്ക് പറഞ്ഞതാണല്ലോ വിക്ടിം കാർഡ്. അതെ, അപ്പോൾ ഇതാണ് തുർക്കിയിലെ ഈ മുഹമ്മദിൻ്റെ കാർട്ടൂൺ. ലേമൻ എന്നുള്ള അവരുടെ ആക്ഷേപ സാഹിത്യ അവിടുത്തെ ഒരു മാസികയാണ്. അപ്പോൾ അതിനകത്ത് ഗാസയുടെ പശ്ചാത്തലത്തിൽ മുഹമ്മദും മോശയും അല്ലെങ്കിൽ മുഹമ്മദും മൂസയും തമ്മിൽ കൈ കൊടുക്കുകയാണ്. മുഹമ്മദ് ഇവിടെ പറയുന്നു സലാം അലൈക്കും ബെൻ മുഹമ്മദ്, ഞാൻ സലാം അലൈക്കും ഞാൻ മുഹമ്മദ്, അലൈഹിം സലോം ബെൻ ദെ മൂസ, ഞാൻ മൂസ എന്ന് മൂസയും പറയുന്നു. അപ്പോൾ ഇതാണ് മുഹമ്മദിൻ്റെ കാർട്ടൂൺ എന്ന പേരിൽ ഇവർ ഇതിനെതിരെ ഭയങ്കരമായിട്ടുള്ള പ്രതിഷേധങ്ങൾ തുർക്കിയിലുണ്ടാവുകയും താടിയുള്ള കോയമാരെ പേടിക്കണം എന്നുള്ള ഒരു കിംവദന്തി ഉള്ളതുകൊണ്ട് പോലീസ് പെട്ടെന്ന് ഇടപെട്ട് ഇതിലെ 4 പേരെ, ഈ മാഗസീൻ്റെ 4 പേരെ അറസ്റ്റ് ചെയ്തു. അതിപ്പോൾ ജൂണ് കുറച്ച് നേരത്തെ ഉള്ള വാർത്തയാണ്, ഇപ്പോഴാണ് ഞാൻ ശ്രദ്ധിച്ചത്. അപ്പോൾ സംഭവം ഗാസയിലെ പ്രശ്നത്തെക്കുറിച്ചുള്ള അവബോധം സൃഷ്ടിക്കാൻ വേണ്ടി ഒക്കെ ചെയ്തതാണ്. പക്ഷേ നമ്മുടെ കാക്കമാർക്ക് പിടിച്ചില്ല. അതെ, കാരണം കാക്കമാർക്ക് എങ്ങനെ അവരെ സ്നേഹിച്ചാലും നിങ്ങൾക്ക് കാര്യമില്ല. അവരെ സ്നേഹിച്ച് കാർട്ടൂൺ വരച്ചാലും സ്നേഹിക്കാതെ കാർട്ടൂൺ വരച്ചാലും ഒക്കെ ഏതാണ്ട് ഒരേ പ്രതിഫലം തന്നെ കിട്ടും എന്നുള്ള. അപ്പോൾ അതാണ് മറ്റൊരു വാർത്ത. ഇനി നേരത്തെ പറഞ്ഞ വാർത്തകളുടെ ചെറിയ വിശദീകരണങ്ങളാണ്, അധികമൊന്നുമില്ല. നമ്മൾ അധികം സമയം കളയാതെ ബാക്കിയുള്ളവർക്കും കൂടി അവസരം കൊടുക്കണം. അതാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. ഇത് സിറിയയിൽ ഈ സുവൈദിയിൽ നടന്ന ആ പ്രശ്നത്തിനിടയിൽ അതിപ്പോൾ ഏതാണ്ട് താൽക്കാലികമായി കെട്ടടങ്ങിയിട്ടുണ്ട്. അത് നടക്കുന്ന സമയത്ത് ഉള്ള ഒരു വീഡിയോ ആണ്. ഫുൾ വീഡിയോ കാണിക്കാൻ നിവൃത്തിയില്ല. എന്തായാലും അതിൽ നിന്നൊരു സ്ക്രീൻഷോട്ടുകളാണ്. ഈ വണ്ടിയുടെ പുറകിൽ ഡ്രൂസിൽ വിഭാഗത്തിൽപ്പെട്ട പെണ്ണുങ്ങളെയും കുട്ടികളെയും വളരെ സമാധാന പ്രിയരായ സുന്നി മുസ്ലിങ്ങൾ, ബദോയിൻ അറബി മുസ്ലിങ്ങൾ തട്ടിക്കൊണ്ട് പോകുന്നതാണ്. അപ്പോൾ ഈ തട്ടിക്കൊണ്ട് പോകുന്ന സമയത്ത് ഇവരിങ്ങനെ പറയുന്നുണ്ട്, ഏതോ ഖത്തർ അടിസ്ഥാനപ്പെടുത്തിയുള്ളൊരു വാർത്താ ചാനൽ ഇവരെ ഇൻ്റർവ്യൂ ചെയ്യുന്ന സമയത്ത് ഇവർ പറയുന്നു, ഞങ്ങൾ യുദ്ധമുഖത്ത് നിന്ന് ഈ പെണ്ണുങ്ങളെയും കുട്ടികളെയും സംരക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ കൊണ്ടുവന്നത്. ഈ ഡ്രൂസ് ചെകുത്താന്മാരെ പോലെ ഞങ്ങളെന്തൊന്നും സ്ത്രീകളും കുട്ടികളും ഇങ്ങനെ കരുവാക്കാറില്ല, പക്ഷെ ഞങ്ങൾ അവരെ സംരക്ഷിക്കാൻ വേണ്ടി എടുത്തുകൊണ്ട് പോകുന്നതാണെന്ന് പറഞ്ഞു. എന്നിട്ട് കുറച്ച് കഴിഞ്ഞിട്ട് ഈ ഇരിക്കുന്ന സ്ത്രീയോട് റിപ്പോർട്ടർ ചോദിക്കുന്നുണ്ട്, നിങ്ങൾ എങ്ങനെയാണ് ഇപ്പോൾ ഇവിടെ എത്തിപ്പെട്ടത് എന്നൊക്കെ ചോദിക്കുന്ന സമയത്ത് ഈ സ്ത്രീയാണെന്ന് തോന്നുന്നു പറയുന്നത് ഞങ്ങളെ പിടിച്ചുകൊണ്ട് പോകുന്നതാണ്. അപ്പോൾ അതായത് അവരെ വീട്ടിൽ നിന്ന് ഇറക്കി കൊണ്ടുപോകണം, എന്നിട്ടാണ് പറയുന്നത് സംരക്ഷിക്കാനാണ്. മുഹമ്മദിൻ്റെ പഴയ ലൈനാണ്. ഇപ്പോൾ MM അക്ബറൊക്കെ പണ്ട് പ്രസംഗിച്ചിട്ടില്ലേ, അങ്ങനെ മുഹമ്മദ് പല സ്ഥലങ്ങളിലും ഈ അവിശ്വാസികളുമായിട്ടുള്ള യുദ്ധത്തിൽ ഏർപ്പെട്ട് കഴിഞ്ഞാൽ അവിടെ ഒരുപാട് വിധവകളൊക്കെ ഉണ്ടാവും. അപ്പോൾ ആ വിധവകളൊക്കെ എന്ത് ചെയ്യണം, അവർ കൊണ്ടുവന്ന് സംരക്ഷിക്കണം. അതായത് ഇവർ വിധവകളാക്കും, എന്നിട്ട് വിധവകളെ കൊണ്ടുവന്ന് സംരക്ഷിക്കും. ഒരു പ്രത്യേക പ്ലാനാണ്. എന്താ പറയുക, ഇത് ആ ഒരു മാതൃകയിൽ ചെയ്ത കാര്യം തന്നെയാണ്. ഇതാണ് സിറിയയിലെ സാധാരണ മുസ്ലിമിൻ്റെ അവസ്ഥ എന്നുള്ളത്. അപ്പോൾ ഇങ്ങനത്തെ ഒരു കൂട്ടരെ കൂടെ എങ്ങനെയാണ് മറ്റ് മൈനോറിറ്റികൾ, മറ്റ് സോക്കോൾഡ് ന്യൂനപക്ഷങ്ങൾ ജീവിക്കുക എന്നുള്ളത് സിറിയയുടെ പശ്ചാത്തലത്തിൽ നിങ്ങൾ ചിന്തിച്ചു നോക്കുക. എന്തുകൊണ്ടാണ് ഇസ്രായേലൊക്കെ ഇത്രയും കടുത്ത നടപടികൾ എടുക്കേണ്ടി വരുന്നത് എന്ന് നിങ്ങൾ ചിന്തിച്ചു നോക്കുക. ഇസ്രായേലിലെ സകല ജൂതന്മാരെയും നാളെ കൊന്ന് തള്ളിയാലും ലോകം മൈൻഡ് ചെയ്യില്ല. കാരണം അവർക്ക് സ്ട്രെങ്ത് ഇല്ലല്ലോ, ആളെണ്ണമില്ല. അപ്പോൾ ആളെണ്ണം ഇല്ലാത്തതുകൊണ്ട് അവരുടെ ആവശ്യങ്ങൾക്ക് കേൾവിക്കാർ കുറവായിരിക്കും. അത് നേരെ തിരിച്ച് മുസ്ലിങ്ങളുടെ കാര്യത്തിൽ നോക്കിക്കഴിഞ്ഞാൽ മുസ്ലിമിൻ്റെ മൂക്കിൽ വല്ല മണ്ണിൻ്റെ പൊടിയുടെ ഒരു ആറ്റം വീണ് കഴിഞ്ഞാലും അവിടെ അപ്പം തന്നെ ആളുകൾ ഓടി വരും, വോക്കുകൾ ഓടി വരും. പിന്നെ സോക്കോൾഡ് എന്താ പറയുക, പലതരം നന്മ മരങ്ങൾ ഓടി വരും. എന്നാൽ യഥാർത്ഥ ന്യൂനപക്ഷങ്ങൾക്ക് എന്തെങ്കിലും പ്രശ്നം വരുന്ന സമയത്ത് ആരുടെയും കണ്ണും കാതൊന്നും തുറക്കുന്നില്ല എന്നുള്ളതാണ്. ഇപ്പോൾ തന്നെ നിങ്ങൾക്കറിയാം, ഗാസയിലെ പട്ടിണിയെക്കുറിച്ചൊക്കെ ഭയങ്കര വാർത്തകളാണ്. ഇപ്പോൾ ഈ സുവൈദയുടെ പ്രശ്നം വന്നപ്പോൾ ആരും
അവിടുത്തെ പട്ടിണിയെക്കുറിച്ചോ അവിടുത്തെ കുട്ടികളെക്കുറിച്ചോ സ്ത്രീകളെക്കുറിച്ചോ ഒന്നും പറയുന്നില്ല. കാരണം എന്താ? അവർക്ക് ആളെണ്ണം ഇല്ല എന്നുള്ളത് മാത്രമാണ്. എണ്ണം കൂടുന്നതനുസരിച്ച് നിങ്ങൾ ന്യൂനപക്ഷം എന്നുള്ള ആ സ്റ്റാറ്റസ് വർദ്ധിച്ചുകൊണ്ടിരിക്കും. അതെങ്ങനെയാണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. യുക്തി ഉപയോഗിക്കരുത് എന്നാണല്ലോ ഇസ്ലാം പറയുന്നത്. അതുകൊണ്ട് മാത്രം ഞാൻ തൽക്കാലം വിട്ടിരിക്കുന്നു. ഇനി മറ്റൊന്ന്, ഈ നേരത്തെ പറഞ്ഞ പോലെ ജർമ്മനിയിലെ ഡൂസൽഡോർഫിലും ബെർലിനിലും ഒരു വശത്ത് സുവൈദയിലെ പ്രശ്നത്തിന് ഡ്രൂസുകൾക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് കുർദുകളും ക്രിസ്ത്യാനികളും അലവൈറ്റുകളും ഡ്രൂസുകളും ജർമ്മനിയിൽ ഒരു പ്രതിഷേധം സംഘടിപ്പിച്ചു, ഒരു റാലി. മറുവശത്ത് ഈ ഡ്രൂസ് ആൾക്കാരെ ഞങ്ങൾ കൊല്ലും എന്ന് പറഞ്ഞിട്ട് വളരെ സമാധാനപരമായിട്ടും സുന്നി മുസ്ലിങ്ങൾ സിറിയക്കാർ ജർമ്മനിയിൽ ഒരു പ്രതിഷേധം ആൻറ്റി പ്രൊട്ടസ്റ്റ് റാലി എന്നാണ് ഞാൻ പറയാം. അപ്പോൾ ആ റാലി നടത്തി. അതിൽ ഭയങ്കര സംഭവമായിരുന്നു. ഇവർ ഈ ഡ്രൂസുകളെ ഇതുപോലെ വകവരുത്തിയത് ആഘോഷിക്കുകയാണ് ചെയ്യുന്നത്. അതിനകത്ത് ഇവർ ഒരു കത്രികയൊക്കെയാണ് ഇവരുടെ പ്രധാന താൽക്കാലികമായിട്ട് അവർ ആ മൂവ്മെൻറ്റിന് ക്യാമ്പയിനുള്ള ഒരു സിമ്പിളായിട്ട്. ഈ കത്രിക എന്താണെന്ന് ഉദ്ദേശിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഡ്രൂസിൻ്റെ ഒക്കെ മീശയും താടിയും മടിച്ചല്ലോ, അല്ലെങ്കിൽ വെട്ടി ഇവർ ഈ സുന്നി മുസ്ലിങ്ങൾ ഈ സുവൈദയിൽ ആക്രമിച്ച സമയത്ത് അവരെ ബലമായി പിടിച്ച അവരുടെ മീശയും താടിയൊക്കെ വെട്ടിയെടുത്തു. അപ്പോൾ അതാണ് അതിൻ്റെ സിമ്പിളാണ് കത്രിക, ഓൾ ഐസ് ഓൺ കത്രിക. അപ്പോൾ അതാണ് മറ്റൊരു കലാപരിപാടി. ഇവർ തമ്മിൽ എന്നിട്ട് ഡൂസൽഡോർഫിലെ എയർപോർട്ടിൽ വെച്ച് ചെറിയ കശപിശ ഉണ്ടായി. ഈ സിറിയ സുന്നി മുസ്ലിങ്ങളും കുർദുകളും മറ്റും നയിക്കുന്ന ആ റാലി, 2 റാലിയും കൂടി അടിയുണ്ടായിട്ട് 4 പോലീസുകാർക്ക് പരിക്കേറ്റു എന്നുള്ള പറഞ്ഞു. ഇനി മറ്റൊരു കാര്യം ഇവിടെ ഈ വ്യക്തിയെക്കുറിച്ചാണ്. അപ്പോൾ ഇവർ ഇതിനെക്കുറിച്ച് കമൻറ്റ്, ഈ റാലിയെക്കുറിച്ചും ഈ സിറിയയിൽ നിന്ന് വരുന്ന അഭയാർത്ഥികൾ ജർമ്മനിയിൽ ഉണ്ടാക്കുന്ന പ്രശ്നത്തെക്കുറിച്ചും ഒരു കമൻ്റ് അടിച്ച വ്യക്തിയായിട്ടാണ് ഈ ആർട്ടിക്കിൾ അല്ലെങ്കിൽ ഈ ന്യൂസിൽ പറയുന്നത്. ഇത് ആരാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് കാലം മുമ്പ് ജർമ്മനിയിലേക്ക് കുടിയേറിയ ഒരു കുടുംബത്തിലെ ഒരു അംഗമാണ്. ജർമ്മനിയിൽ ഒരുപാട് തുർക്ക് വംശജരുണ്ട്, അല്ലെങ്കിൽ തുർക്കികളുടെ തലമുറക്കാർ ജർമ്മനിയിലുണ്ട്. ജർമ്മനിയിൽ അങ്ങനത്തെ ടർക്കിഷ് ഡയാസ്പൊറ വിഭാഗത്തിൽപ്പെട്ട നമ്മൾ ഇന്ത്യക്കാരെങ്ങനെയാണ് വിദേശത്തുള്ള, അതേപോലെ തുർക്കിയുമായിട്ട് അങ്ങനെ ഒരു ബന്ധം ജർമ്മനിക്കുണ്ട്. അപ്പോൾ അങ്ങനെ ജർമ്മനിയിൽ എത്തപ്പെട്ട ഒരു വ്യക്തിയാണ്. ഇവർ ഇസ്താംബുളിലാണ് ജനിച്ചത്. ഇവരുടെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരാണ് ജർമ്മനിയിലെ, അല്ലെങ്കിൽ ചിലപ്പോൾ ഒരു പക്ഷേ ലോകത്തെ ഒരേ ഒരു ലിബറൽ മുസ്ലിം ഫെമിനിസ്റ്റ് ഇമാം. ഇവരൊരു പള്ളിയൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്, ലിബറൽ പള്ളി. അത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ നിങ്ങൾക്ക് LGBT വിഭാഗത്തിൽപ്പെട്ട മുസ്ലിങ്ങൾക്ക് വരാം, ആർക്കും വന്ന് പ്രാർത്ഥിക്കാം എന്ന് മാത്രമല്ല നിങ്ങൾ ഈ തല കവർ ചെയ്യേണ്ട ആവശ്യമില്ല. പുരോഗമനം നമ്മൾ കൊടുക്കുന്ന ഒരു ഇമാമാണ്. അതെ, ഇവരുടെ കാര്യം നമ്മൾ സാധാരണ മുസ്ലിം ഫെമിനിസ്റ്റുകളിൽ നിന്ന് ചെറിയ വ്യത്യാസമുണ്ട്. ഇവർ ഭയങ്കര വിമർശനാത്മകമായിട്ടാണ് ഈ പല ഈ അഭയാർത്ഥികളെയും കാണുന്നത്. അല്ലെങ്കിൽ അഭയാർത്ഥികൾ എന്ന് പറഞ്ഞ് മറ്റ് അറബ് രാജ്യങ്ങളിൽ നിന്നൊക്കെ വരുന്ന, മിഡിൽ ഈസ്റ്റിൽ വരുന്ന ആളുകൾ ജർമ്മനിയിൽ കാട്ടിക്കൂട്ടുന്ന പ്രശ്നങ്ങളെ കുറിച്ചൊക്കെ ഭയങ്കരമായിട്ട് വിമർശിക്കുന്ന ഒരു വ്യക്തിയാണ്. എന്ന് മാത്രമല്ല ഇവരുടെ ചെറുപ്പത്തിൽ വീട്ടിൽ ഇവരുടെ അച്ഛനും അമ്മയും ഒരാൾ കുർദും ഒരാൾ ഒരു ടർക്കിഷുമാണ്. അപ്പോൾ ഇവർ വളർന്ന സാഹചര്യം നോക്കിക്കഴിഞ്ഞാൽ ഇസ്ലാമിൻ്റെ അറിയാലോ ചില പ്രശ്നങ്ങൾ. ഇപ്പോൾ ഇവരുടെ വിവാഹ സമയത്ത് ഇവർ അറേഞ്ച്ഡ് മാരേജ് വേണ്ട എന്ന് പറഞ്ഞ് പുറത്തെത്തുന്നു, അല്ലെങ്കിൽ വീട്ടിലിട്ട് നടക്കുന്നു. അങ്ങനെ അവസാനം നിയമം പഠിക്കാനൊക്കെ മിടിക്കായിരുന്നു. അങ്ങനെ നിയമം പഠിച്ച് സ്ത്രീകളുടെ പ്രശ്നങ്ങളൊക്കെ വാദിക്കുന്ന ഒരു വക്കീലായി മാറി. അങ്ങനെ 1980-കളിലൊക്കെ അങ്ങനെ ഒരു കേസിനിടയിൽ ഇവർക്ക് വെടിയേറ്റു. ഇവർ മരിച്ചില്ല, ഇവരുടെ കൂടെ ഉണ്ടായിരുന്ന ഇവരുടെ ക്ലയൻറ്റ് മരിച്ചു. ഈ മുസ്ലിം ടർക്കിഷായ ഒരു വ്യക്തിയാണ് വെടിവെച്ചത് എന്നാണ് പറയുന്നത്. സംഭവം ഇവരുടെ അഭിപ്രായങ്ങളും ഈ വിമർശനവും ഒക്കെ കാണിച്ചായിരിക്കാം ഒരുപക്ഷെ അന്ന് ആക്രമണം ഉണ്ടായത്. ടർക്കിഷ് നാഷണലിസ്റ്റ് ആണെന്നാണ് വിക്കിപീഡിയയിൽ കാണുന്നത്. അതേപോലെ അതിനുശേഷം ഒരിക്കലും കോടതിക്കകത്ത് വെച്ച് ഇവർക്ക് നേരെ ഒരാക്രമണം ഉണ്ടായി. അത് ആക്രമിച്ചത് ഇവരുടെ ക്ലയൻറ്റിൻ്റെ, അപ്പോൾ ഇവർ വക്കീലാണല്ലോ, ഇവരുടെ ക്ലയൻറ്റിൻ്റെ ഭർത്താവാണ് ആക്രമിച്ചത്. നാട്ടുകാരൊക്കെ നോക്കി നിന്നതാണ് ആ വാർത്തയിലുള്ളത്. ഇപ്പോൾ ഇവർ പോലീസ് പ്രൊട്ടക്ഷനിലാണ് 18 വർഷമായിട്ട്. ഒരു ജർമ്മൻ സിറ്റിസൺ ആണെന്ന് മനസ്സിലാക്കുന്നത്. എന്തായാലും ജർമ്മനിയിൽ
ജർമ്മൻകാർക്ക് ജർമ്മൻകാരിൽ നിന്നല്ല പ്രൊട്ടക്ഷൻ വേണ്ടത് ഇവർക്ക് നമ്മുടെ സമാധാനവാദികളായിട്ടുള്ള മുസ്ലിങ്ങളിൽ നിന്നാണ്. അപ്പോൾ ഇവർ ഈ വിഷയത്തെക്കുറിച്ച് പറഞ്ഞാണ്, ഇവർ ഈ കശപിശ ഉണ്ടായ സമയത്ത് പറഞ്ഞതാണ് എന്ത്, ഈ ഇസ്ലാമിസ്റ്റുകൾ ഇങ്ങോട്ട് നമ്മുടെ നാട്ടിലേക്ക് അല്ലെങ്കിൽ യൂറോപ്പിലേക്ക് വരുന്നത് നമ്മുടെ യൂറോപ്പും അവരുടെ നാട് പോലെ കുട്ടിച്ചോറാക്കാനാണ് എന്ന്, അല്ലെങ്കിൽ ഇസ്ലാമൈസ് ചെയ്യാനാണ് എന്ന്. അപ്പോൾ അത് കോട്ട് ചെയ്തുകൊണ്ട് ആണ് ഈ വാർത്ത. പ്രധാനമായിട്ട് ഈ റാലികൾ സംബന്ധിച്ചുള്ള കശപിശയൊക്കെയാണ് ആ വാർത്തയുടെ മറുവശം. ഇനി ഇവരുടെ ഈ പള്ളിയെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഈ പള്ളി ഒരു ചർച്ചിനകത്താണ്. അത് തന്നെ 2 തവണ ലൊക്കേഷൻ മാറ്റേണ്ടി വന്നു. വീണ്ടും പറയാലോ, മുസ്ലിങ്ങൾ അവരുടെ സ്വന്തം നാട്ടിൽ ചെന്നാൽ നമുക്ക് നിൽക്കക്കള്ളി ഉണ്ടാവില്ല, അവർ നമ്മുടെ നാട്ടിൽ വന്നാലും നമുക്ക് നിൽക്കക്കള്ളി ഉണ്ടാവില്ല. അപ്പോൾ അത് അതായത് സുരക്ഷാ ഭീഷണി കാരണം ഇവർക്ക് ഈ ജർമ്മനിയിലെ പള്ളിയുടെ ലൊക്കേഷൻ മാറ്റേണ്ടി വന്നു. എന്തൊക്കെ സംഭവങ്ങളല്ലേ. അപ്പോൾ അതാണ് മറ്റൊരു വാർത്ത. ഇനി സിസ്താൻ ബലൂചിസ്ഥാൻ എന്ന് പറഞ്ഞിട്ടുള്ള ഇറാൻ്റെ ഈ പ്രവിശ്യയിൽ നേരത്തെ ഞാൻ പറഞ്ഞ പോലെ ഒരു കോടതി വളപ്പിൽ അല്ലെങ്കിൽ കോടതിക്കകത്ത് കയറി ജഡ്ജ് ചെയ്യുകയും കുറേ ആൾക്കൊക്കെ നേരൊക്കെ ജയ്ഷൽ അദുൽ എന്ന് പറഞ്ഞിട്ടുള്ളൊരു തീവ്രവാദ സംഘടന ആക്രമണം അയച്ചുവിട്ടു. ഒരു ബലൂചിസ്ഥാൻ സുന്നി തീവ്രവാദ സംഘടന. അപ്പോൾ അതാണ് മറ്റൊരു വാർത്ത. ഇനി നേരത്തെ പറഞ്ഞ പോലെ ഇതാണ് ഞാൻ കാണിക്കാൻ ഉദ്ദേശിച്ചിരുന്ന ഗ്രീസിലെ വിഷയം. ഗ്രീസിൽ ഒരു ടൂറിസ്റ്റായിട്ട് പോയിട്ടുള്ള ഇസ്രായേലി ജൂതൻ. അപ്പോൾ അവിടെ ആ സ്ഥലത്ത് ആ ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷനിൽ അവിടെ പുള്ളിങ്ങനെ മറ്റൊരു വ്യക്തിയുമായി സംസാരിച്ചിരിക്കുകയായിരുന്നു. അപ്പോൾ 2 സംഭവങ്ങളുണ്ട്. അപ്പോൾ ആദ്യത്തെ സംഭവമാണ് ഞാൻ പറയുന്നത്. അപ്പോൾ അങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു സിറിയക്കാരനായിട്ടുള്ള ഒരാൾ വന്ന് ഇവരുമായിട്ട് ഭയങ്കരമായി തട്ടിക്കയറുന്നു, മണ്ണൊക്കെ വാരിയിടുന്നു ഇയാളോട് സംസാരിച്ചുകൊണ്ടിരുന്ന വ്യക്തിയുടെ നേരെ. അപ്പോൾ സംഭവം ഫ്രീ പലസ്തീൻ, ഞാൻ ഹമാസ് ആണെന്നൊക്കെയാണ് പുള്ളി പറയുന്നത്. അതിൻ്റെ ഇടയിൽ ഇവർ തമ്മിലുള്ള കശപിശ, അതിൽ പോലീസ് ഇടപെട്ടു, അവരെ മാറ്റി നിർത്തി. അങ്ങനെ ഇയാൾ വീണ്ടും റൂമിലേക്ക് പോയി. പിന്നീട് ഇയാൾ ഭാര്യയുമായിട്ട് പുറത്ത് വരുന്ന സമയത്ത് ആ സിറിയക്കാരൻ ഇയാളുടെ ഭാര്യയെ ആക്രമിക്കാൻ ശ്രമിച്ചു എന്നാണ് ഇയാൾ പറയുന്നത്. ആ സമയത്ത് ഇയാൾ ഇടപെട്ടപ്പോൾ ഇയാളുടെ ചെവി കടിച്ച് പറിച്ചു കൊണ്ടുപോയി എന്നുള്ള ഒരു വാർത്തയാണ്. അപ്പോൾ വീണ്ടും ഒരു മിനിറ്റ് പണ്ടാരം ഒരു മിനിറ്റ്. അപ്പോൾ അതാണ് എന്താ പറയുക, നമ്മുടെ യൂറോപ്പിലെ ഇപ്പോഴുള്ള അവസ്ഥ. നമുക്ക് ഈ കേസിൽ നിങ്ങളൊരു കാര്യം നോക്കിക്കഴിഞ്ഞാൽ ഈ ചെവി കടിച്ച് പറിച്ചുകൊണ്ടുപോയ ആൾ പോലീസ് പോയി കംപ്ലയിൻറ്റ് ചെയ്തത് എന്ത്, ഞാൻ അവിടെ ഇങ്ങനെ ജസ്റ്റ് നടന്നുകൊണ്ട് പോകുന്ന സമയത്ത് ഇയാൾ എന്നെ വംശീയമായി അധിക്ഷേപിച്ചു, ഈ സിറിയക്കാരനെ ഈ ജൂതൻ വംശീയമായി അധിക്ഷേപിച്ചു എന്ന് പറഞ്ഞ് അയാൾ അറസ്റ്റ് ചെയ്യിപ്പിച്ചു. യൂറോപ്പ് പോകുന്ന പോക്കാണ് നിങ്ങൾ കാണുന്നത്. അതായത് കുറ്റം ചെയ്തിട്ട് അതിന് പകരം ആ ഇരക്കെതിരെ കേസ് കൊടുക്കുന്നു. വളരെ സമാധാനപരമായിട്ടുള്ള നടപടിയാണ്. അപ്പോൾ എന്നിട്ട് പോലീസ് ഇതൊന്നും നോക്കാതെ ഈ വ്യക്തിയെ, ഇരയെ അറസ്റ്റ് ചെയ്യണം. എന്തിന്? വംശീയ അധിക്ഷേപത്തിന്. മുസ്ലിങ്ങളെ എങ്ങനെയാണ് വംശീയമായി അധിക്ഷേപിക്കാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. ഇപ്പോൾ സിറിയക്കാരനായതുകൊണ്ട് അധിക്ഷേപിച്ചു എന്നാണോ? പിന്നെ ചെവിയൊക്കെ കടിച്ചു പറിച്ചാൽ ചിലപ്പോൾ ഞാനും വേണമെങ്കിൽ തന്തയ്ക്കും തള്ളക്കൊക്കെ വിളിച്ചെന്ന് വരും. എൻ്റെ അതപ്പോൾ ഒരു മനുഷ്യൻ്റെ റിയാക്ഷനിൽ ചിലപ്പോൾ പെട്ടതായിരിക്കും. അപ്പോൾ എന്താണ് സംഭവം എന്നൊന്നും നോക്കാതെ ഇതുപോലത്തെ നടപടികളിലേക്ക് പോലീസ് പോലും പോകുന്ന അവസ്ഥയാണ്. ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞൊരു കാര്യം വീണ്ടും ആവർത്തിക്കുകയാണ്. ഈ ജൂതന്മാരെ മൊത്തം തുടച്ചു നീക്കിയാലും ലോകം മൈൻഡ് ചെയ്യില്ല. അത് ജൂതന്മാർക്കും ഇപ്പോൾ മനസ്സിലായി തുടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ടാണ് അവർ ഈ ഗാസയെക്കുറിച്ചുള്ള പ്രൊപ്പഗാൻഡയൊക്കെ ഇങ്ങനെ നടക്കുമ്പോഴും അവർ എന്തൊക്കെ പറഞ്ഞാലും ഇപ്പം ഞങ്ങളുടെ കയ്യിലാണ് ഗാസയുള്ളത്, നമുക്കിഷ്ടമുള്ളത് ചെയ്യാം, നമുക്കിഷ്ടമുള്ളത് പ്രവർത്തിക്കാം, നമ്മൾ ഈ ലോകത്തിൻ്റെ ഈ പ്രൊപ്പഗാൻഡയിൽ വീഴാതെ മുന്നോട്ട് പോകാമെന്നുള്ള ഒരു മൈൻഡ് സെറ്റിലേക്ക് അവർ മാറുന്നു. അത് പലരും വ്യാഖ്യാനിക്കുന്നത് വലതുപക്ഷ മൈൻഡ് സെറ്റാണെന്നൊക്കെയാണ്. പക്ഷേ ജൂതന്മാർ ഹിറ്റ്ലർ ഉന്മൂലനം ചെയ്ത സമയത്തും ഇപ്പോഴും കാണുന്നത് ഒരേ പ്രതിഭാസമാണ്. അവരുടെ ന്യായമായ ആവശ്യങ്ങളെ ലോകം പരിഗണിക്കുന്നില്ല. ഈ മുസ്ലിങ്ങളുടെയും അല്ലെങ്കിൽ മറ്റ് സോക്കോൾഡ് വോക്കുകളുടെയും പ്രൊപ്പഗാൻഡയിൽ വീഴുന്നു പോകുന്നു എന്ന് മാത്രമാണ്. അതിലെ പ്രത്യേക വസ്തുത ഒന്നും മനസ്സിലാക്കാനോ അവിടുത്തെ മിഡിൽ ഈസ്റ്റിൻ്റെ ഒരു പൊതുവായിട്ടുള്ള ആ ഘടനയെക്കുറിച്ച് അറിയാനോ ഉള്ളൊരു താല്പര്യം ലോകം കാണിക്കുന്നില്ലാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് നിങ്ങൾ ഇസ്രായേലിൽ നിന്ന് പലതരം അവിടുത്തെ വലതുപക്ഷ ഗവൺമെൻറ്റിൻ്റെ മന്ത്രിമാരും ഇതൊക്കെ അവർ ഇപ്പോൾ എടുത്തിരിക്കുന്ന ഒരു തീരുമാനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ ലോകത്തിൻ്റെ കാര്യങ്ങളിൽ
അതിന് ചെവി കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഈ ഗാസയിലെ യുദ്ധം ഒന്നും അവസാനിപ്പിക്കാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ നമ്മുടെ പരിപാടി ചെയ്യുക, അവരെന്ത് വേണേലും പറഞ്ഞോട്ടെ. ഇപ്പോൾ അതുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്കറിയാം ഗാസയിലെ പട്ടിണി, അതാണ് ഇപ്പോഴത്തെ പ്രധാനപ്പെട്ട പ്രശ്നം. അതായത് ഓൾറെഡി പലതരം രോഗങ്ങളുള്ള കുട്ടികളെയൊക്കെ ക്ലോസപ്പിൽ ഭയങ്കരമായ ഫോട്ടോ ഒക്കെ എടുത്തിട്ട് അത് ഗാസയിലെ പട്ടിണിയുടെ റെപ്രസെൻറ്റേഷൻ ആണെന്ന് കാണിക്കുന്ന സ്ഥിരം ഹോളിവുഡ്, ഗാസയിലെ ഹോളിവുഡ്, ഗാസവുഡ് എന്ന് പറയും ആ ഒരു കോപ്രായം. അത് തന്നെയാണ് ഇപ്പോൾ കാണുന്നത്. ഞാൻ വിചാരിച്ചു പുതിയ വല്ലതും ഉണ്ടായിരിക്കുന്നു. നോക്കുമ്പോൾ അതേ സംഭവം തന്നെയാണ്. പുതിയതായിട്ട് ഒന്നേ ഉള്ളൂ, ഫോട്ടോ യമനിൽ നിന്ന് സിറിയെന്നല്ല, ഇപ്പോൾ ഗാസയിൽ നിന്നുള്ള ജനിതക രോഗങ്ങളുള്ളതോ അല്ലെങ്കിൽ മാൽന്യൂട്രീഷൻ തന്നെ രോഗമായിട്ടുള്ള കുട്ടികളെയോ അല്ലെങ്കിൽ സെർബ്രൽ പാൾസി ഉള്ള കുട്ടികളെയോ ഒക്കെ തെരഞ്ഞു പിടിച്ച് അവരുടെ പല ആംഗിളിലുള്ള ഫോട്ടോ, ഒരു മുഹമ്മദ് എന്ന് പറയുന്ന കുട്ടിയുടെ ഫോട്ടോ കുട്ടികളെ കാണും, ഹൈഡ്രോസെഫാലിക് ആയിട്ടുള്ള അല്ലെങ്കിൽ മസ്കുലർ ഡിസ്ട്രോഫി അങ്ങനെയുള്ള കുട്ടികൾ എല്ലായിടത്തും അങ്ങനെ ഒരു കുട്ടിയെ കിട്ടും. അപ്പോൾ ആ കുട്ടിയെ സെയിം കുട്ടിയെ വെച്ചിട്ട് തന്നെ പല ക്യാമ്പയിൻസിന് യൂട്ടിലൈസ് ചെയ്യുക. അതിന് ഡെയിലി കൂലിയാണ് ഇപ്പം. അവർക്ക് ഡെയിലി അലവൻസ് ഉണ്ട്. അതെ. ഇപ്പോൾ യസാൻ എന്ന കുട്ടിയുടെയും മുഹമ്മദ് എന്ന കുട്ടിയുടെയും ഞാൻ കണ്ടു. പിന്നെ ഒരു കുട്ടിയുടെ കേസിൽ സെർബ്രൽ പാൾസി ആണെന്ന് മിഡിൽ ഈസ്റ്റ് ആയി എന്ന് പറഞ്ഞിട്ടുള്ള യൂട്യൂബ് ചാനലിൻ്റെ അതിൽ നിന്ന് ഇവർ കോപ്പി അടിച്ച ഒരു ഫോട്ടോ ഉണ്ട്. അപ്പോൾ അത് പണ്ടിറങ്ങിയതാണ്. അതിലെ കുട്ടിക്ക് സെർബ്രൽ പാൾസി ആണെന്ന് യൂട്യൂബ് വീഡിയോയുടെ താഴെ എഴുതിയിട്ടുണ്ട്. പട്ടിണി കാരണം മാൽന്യൂട്രീഷൻ വരാൻ സാധ്യതയുണ്ട്. അതെ. പക്ഷെ ഈ മാൽന്യൂട്രീഷൻ കേട്ടോണ്ടിരിക്കുന്ന മലപ്പുറം, കാസർഗോഡ്, കണ്ണൂർ, കോഴിക്കോട് ഇതുപോലുള്ള ജില്ലകളിൽ, അത് വേറെ സ്ഥലങ്ങളിലാണെങ്കിലും ഇങ്ങനെയുള്ള കുട്ടികളുള്ളവർ അവർ ഒരു ഗ്രീൻ ബാക്ക്ഗ്രൗണ്ട് ഇട്ട് ഫോട്ടോ എടുത്ത് ഹമാസ് അതുപോലെ ഗാസ ക്യാമ്പയിൻ ഷേവ് ഗാസ അവർക്ക് അയച്ചു കൊടുക്കാവുന്നതും ആണ്. അവർ പ്രതിഫലം ചെക്കായിട്ടോ ഗൂഗിൾ പേ ആയിട്ടോ നിങ്ങൾക്ക് അയച്ചു തരുന്നത്. അപ്പോൾ ഈ ഓൾറെഡി വേറെ കണ്ടീഷനുകളുള്ള കുട്ടികൾക്ക് തീർച്ചയായിട്ടും ഒരു യുദ്ധത്തിൻ്റെ സമയത്തൊക്കെ ചില പ്രശ്നങ്ങളൊക്കെ വരാൻ, അവർക്കൊരു മരുന്ന് കിട്ടാതെ ലഭ്യത ഒക്കെ കുറയാൻ സാധ്യതയുണ്ട്. പക്ഷേ ഇതേ കുട്ടികളുടെ ഫോട്ടോയുടെ ബാക്ക്ഗ്രൗണ്ടിലുള്ള മറ്റു കുട്ടികൾക്ക് ഈ പ്രശ്നമില്ല. ഇതേ കുട്ടികളുടെ ബാക്ക്ഗ്രൗണ്ടിലുള്ള മറ്റു കുട്ടികൾ, ഈ സ്ത്രീയുടേതിനോ അല്ലെങ്കിൽ അവരുടെ ഈ കുട്ടിയുടെ അമ്മയുടെ തന്നെ കുട്ടികളോ അല്ലെങ്കിൽ വേറെ ആളുകളുടെ കുട്ടികൾക്കൊന്നും ഈ പ്രശ്നം കാണുന്നില്ല. അപ്പോൾ ഇതൊക്കെ എക്സിൽ, അതായത് ട്വിറ്ററിൽ അതിനകത്ത് താഴെ കമൻറ്റിൽ വരുന്ന ആളുകൾക്ക് പോലും ഇതേ ബോധ്യമുണ്ട്. ഇപ്പോൾ പണ്ടത്തെ പോലെയല്ല. ഇപ്പോൾ പല ആൾക്കാരും ഗ്രോക്കിനോട് ഇതൊന്ന് ഫാക്ട് ചെക്ക് ചെയ്യാൻ പറയുന്നുണ്ട്. അപ്പോൾ ഗ്രോക്ക് പറയുന്നു അതെ. അപ്പോൾ കാരണം ആളുകൾക്ക് പണ്ടത്തെ പോലെ ഈ പ്രൊപ്പഗാൻഡ വിശ്വസിക്കാൻ താല്പര്യമില്ല. പിന്നെ ഗ്രോക്കിൻ്റെ ഭാഗത്ത് കുറേ പ്രശ്നമുണ്ട്. ഗ്രോക്ക് പറയുന്നത് ഇത് പുതിയ ചിത്രമാണ്. അവർ ചോദിക്കുന്നത് ഇത് യമനിൽ സിറിയയിലെ ചിത്രമാണെന്നാണ് പല ആൾക്കാരും ചോദിക്കുന്നത്. കാരണം ഇതായിരുന്നല്ലോ പഴയ പരിപാടി. ഇപ്പോൾ പരിപാടിയുടെ മോഡസ് ഓപ്പറാൻഡി മാറിയിട്ട് ഇപ്പോൾ പുതിയ ചിത്രം തന്നെയാണ്. ഗാസയിൽ തന്നെ കൃത്യമായിട്ട് ഈ രോഗങ്ങളൊക്കെ ഉള്ള കുട്ടികളെ കണ്ടുപിടിച്ചിട്ട് ഇതാണ് ഗാസയിലെ പട്ടിണിയുടെ റെപ്രസെൻറ്റേഷൻ, അല്ലെങ്കിൽ അങ്ങനെ ആണ് ഗാസയിലെ പട്ടിണി കുട്ടികളെ ബാധിക്കുന്നതെന്ന് പറഞ്ഞ് പ്രൊപ്പഗാൻഡ നടത്തുന്നു. അപ്പോൾ ഇതിൻ്റെ ഭാഗമായിട്ട് ഇസ്രായേൽ നടത്തിയിട്ടുള്ള അല്ലെങ്കിൽ അവർ പുറത്തിട്ടൊരു വീഡിയോ ആണ് ഗാസയിലെ ടണലിൽ പട്ടിണി കിടക്കുന്ന ചില ചേട്ടന്മാരെയാണ്. കണ്ടോളൂ. ശബ്ദം കേൾക്കലല്ലേ? അല്ല, പുള്ളി ഡയറ്റിംഗ് ആണ്, അദ്ദേഹം ഡയറ്റിംഗ് ആണ്. അതെ. ആ വയറ് കണ്ടില്ലേ, ശോഷിച്ച് മറ്റേ വര പോലായി. ഇത് സൗണ്ട് ഉണ്ടോ? ഓഡിയോ കേൾക്കുന്നില്ല. ആ സൗണ്ട് കേൾക്കുന്നില്ല. എനിക്ക് കേൾക്കുന്നില്ല. അവിടെ കേൾക്കുന്നുണ്ടോ? ഇല്ല, ഓഡിയോ. ഒരു മിനിറ്റ്. കുഴപ്പമില്ല, ഇത് കണ്ടാൽ മതി. സൗണ്ട് കേൾക്കുന്നില്ല നിങ്ങൾക്ക്? ഇല്ല. ഓക്കെ, നമ്മൾ കണ്ടാൽ മതി. എനിക്കറിയില്ല എന്താണ് സംഭവിച്ചത്. കേൾക്കുന്നുണ്ട്. കുഴപ്പമില്ല. വിൻഡോ ഷെയർ ചെയ്താൽ കിട്ടില്ല, ടാബ് ഷെയർ ചെയ്താലേ കിട്ടുള്ളൂ. ഇതൊക്കെ കിട്ടിയെന്ന് അവർ പറയാണ്. അല്ല, ഇപ്പൊ കേൾക്കുന്നുണ്ടോ? ഇല്ലല്ലോ. ഓക്കെ, ഞാൻ ഇന്നാല് ഒന്നും കൂടി ഇവിടുന്ന് പ്ലേ ചെയ്യാം. സോറി. അത് അതായത് വിൻഡോ ഷെയർ ചെയ്താൽ കിട്ടില്ല, ടാബ് ഷെയർ ചെയ്താൽ ആപ്ലിക്കേഷൻ ആണോ അതോ ആ ഒരു ടാബിൽ നിന്നാണ് ഓഡിയോ വരുള്ളൂ. ഇല്ലെങ്കിൽ വീഡിയോ അയച്ചെന്നാൽ ഇവിടെ നിന്ന് അപ്ലോഡ് ചെയ്യാം. ഇൻ ദ മീൻ ടൈം ഒരു സാധനം നമ്മളുടെ ഒരു അമ്പാനെ നമ്മൾ പിടികൂടിയിട്ടുണ്ട്. ഇത് സജി മാർക്കോസ് ഒരു വലിയ പോസ്റ്റ് ഇട്ടിരിക്കുകയാണ്. സജി മാർക്കോസ് പട്ടിണി കൊണ്ട് മാത്രം ഗാസയിൽ ഈ മാസം കൊല്ലപ്പെട്ടത് 20 കുഞ്ഞുങ്ങളടക്കം എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ അങ്ങോട്ട് തള്ളിമറിക്കുകയായിരുന്നു. അപ്പം ഈ കുട്ടി യമനിലെ കുട്ടിയായിരുന്നു.
അപ്പോൾ ഇത് നമ്മൾ പോസ്റ്റ് ഇട്ടപ്പോൾ പുള്ളി അവിടെ അടുത്ത വാദമായിട്ട് വന്നു. അതായത് എന്താണ്, കൈയോടെ പൊക്കി നമ്മളെ ടോമി അതിനൊരു പോസ്റ്റൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ പോസ്റ്റ് ഇട്ടപ്പോൾ പുള്ളി അടുത്ത വാദമായിട്ട് വന്നു. അതായത് ഞാൻ അതിന് ഈ കുട്ടി അവിടുത്തെ കുട്ടിയാണെന്ന് എവിടെയും പറഞ്ഞില്ലല്ലോ എന്ന് പറഞ്ഞു. അത് ഗാസയിലെ കുഞ്ഞാണെന്ന് പോസ്റ്റിൽ പറഞ്ഞിട്ടില്ല. നിങ്ങളുടെ സന്തോഷത്തിന് പോസ്റ്റിലെ പടം മാറ്റിയിട്ടുണ്ടെന്ന്. നമ്മുടെ യും സൗദി അറേബ്യയാണ് കുറ്റം പറയേണ്ടത്. ഈ കുട്ടിക്കുള്ള ഉത്തരവാദിത്തം അത് യമനിലെ കുട്ടിയാണെങ്കിൽ യും സൗദി അറേബ്യയും കൂടി ചേർന്നിട്ടാണ് യമനിലെ ഈ ഒരു അന്തരീക്ഷം ഉണ്ടാക്കിയത്. ഇതിനെപ്പറ്റി നമ്മൾ പറഞ്ഞിട്ടുള്ളതാണ്. 80,000 കുഞ്ഞുങ്ങൾ പട്ടിണി കിടക്കുകയാണെന്നുള്ള കാര്യം. അല്ല, അപ്പോൾ ഞാൻ പറയുന്നത് ഇതുപോലുള്ള ഉടായ്പ് ആളുകൾ ഇതിനെ അനുകൂലിച്ചില്ല. ഈ മണ്ടത്തരം, ഈ പറയുന്ന പ്രൊപ്പഗൻഡയിൽ നമ്മൾ അനുകൂലമായിട്ട് പറഞ്ഞില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ഉടനെ മാനവിക വിരുദ്ധനാവും. അങ്ങനെ ഇപ്പോൾ നിങ്ങളുടെ ലിസ്റ്റിൽ കയറി പറ്റാൻ വേണ്ടി നമ്മളിതിനെ അനുകൂലിക്കുന്നില്ല എന്നുള്ളതാണ് നമുക്ക് പറയാനുള്ളത്. ഇതാണ് ഇട്ടത് ഇതേപോലെ. എന്നിട്ടിപ്പോൾ പുതിയ ചിത്രം ഇട്ടിട്ടുണ്ട് പുള്ളി. അതേതാണ്? അത് പണ്ടത്തെ വേറെ ഏതോ ഒരു ചിത്രം. നമ്മൾ ആ കഴുകൻ ഇരിക്കുമ്പോൾ ഒരു കുട്ടി ഇരിക്കുന്ന ചിത്രം ഉണ്ടല്ലോ, ആ മറ്റേ ഫോട്ടോഗ്രാഫി അവാർഡൊക്കെ പുലിസർ, ആ ചിത്രം ഇട്ടിട്ടാണ് ഇപ്പോൾ എന്നിട്ട് ഇപ്പോൾ പുള്ളി പുതിയ ഫോട്ടോ ഇട്ടിരിക്കുന്നത്. അപ്പോൾ ഞാനപ്പോൾ ഒരു സാധനം ഇട്ട്, അതായത് ഇതിലെങ്ങനെ ഫ്രഷ് ഉണ്ടാവുക, അതല്ലേ നമ്മൾ ചോദിക്കണം. അയാളുടെ തോളിൽ നിന്ന് ഇറങ്ങിയതിന് ശേഷം ഇനി സജി മാർക്കോസിന്റെ മുതുകത്ത് കയറണമോ എന്ന് എനിക്കൊരു സംശയം തോന്നുന്നു. ഉണ്ട്. സജിയെ ഒന്ന് നമ്മൾ ശരിക്കും എക്സ്പോസ് ചെയ്യേണ്ട ഒരാളാണ്. കാരണം അദ്ദേഹം ഈ ചെയ്തുകൊണ്ടിരിക്കുന്ന പണി നടക്കുന്ന ക്രൂരകൃത്യങ്ങളെ കുറിച്ചോ അവിടുത്തെ മനുഷ്യാവകാശ ലംഘനത്തെ കുറിച്ചോ ഒരക്ഷരം മിണ്ടാത്ത ബഹുമാന്യനായ സജി മാർക്കോസ്. അതെ, ഇതാണ് സജി മാർക്കോസ്. അപ്പം ഞാൻ ചോദിക്കണത്, ഇപ്പം ഗോവിന്ദചാമിനെ കഴിഞ്ഞ ദിവസം ജയിലിൽ ചാടി പിടിക്കുന്നു. അപ്പം എന്നിട്ട് ആ ആളുടെ പടത്തിന് പകരം സജി മാർക്കോസിൻ്റെ പടം വെച്ചാൽ എങ്ങനെ ഉണ്ടാവും? എന്നിട്ട് പറഞ്ഞാൽ മതി, ഈ ഫോട്ടോയിൽ ഗോവിന്ദചാമിയാണെന്ന് ഉള്ള ആളാണ് ഗോവിന്ദചാമി നമ്മൾ പറഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞാൽ കാര്യം തീരും. ഇല്ലല്ലോ. നമ്മളൊരു കാര്യം, ഒരു വാർത്ത റിപ്പോർട്ട് ചെയ്യുമ്പോൾ അതിൽ വെക്കുന്ന ആ ഫോട്ടോ റെലവൻ്റ് ആവണം. അല്ലെങ്കിൽ പിന്നെ ആ ഫോട്ടോ കൊടുക്കാൻ നിൽക്കരുത്. അല്ലെങ്കിൽ അത് പറയണം. അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു സറ്റയർ ഉണ്ടെന്ന് നമുക്ക് മനസ്സിലാവണം. ഇതല്ലല്ലോ. ഇത് പട്ടിണി എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ കാണിക്കുന്ന ഫോട്ടോ ഇതാവുമ്പോൾ ഇത് പട്ടിണിയല്ല ഒന്നാമത്തെ കാര്യം. ഇതൊരു അസുഖമാണ്. പട്ടിണി കൊണ്ട് മാത്രം ഗാസയിൽ ഈ മാസം കൊല്ലപ്പെട്ടത് 20 കുഞ്ഞുങ്ങളടക്കം 48 വടവ്. എന്നിട്ട് കാണിക്കുന്ന ചിത്രം യമനിൽ നിന്നുള്ള ചിത്രം. അതെ, അവിടെയാണ് പ്രശ്നം. ബി ഓണസ്റ്റ്. ഗാസയിൽ നിന്നുള്ള ചിത്രം കാണിക്കൂ. നമ്മളിപ്പോ കുറെ കാണിച്ചില്ലേ, മറ്റേ മസ്കുലർ ഡിസ്ട്രോഫി ഒക്കെ പാരപ്ലീജിക് ആയിട്ടുള്ള കുട്ടികളുടെ ചിത്രം. അതുപോലത്തെ കാണിക്കൂ, ഒരെണ്ണത്തിനെങ്കിലും കാണിക്കൂ. അതെ, അതാണ് നമ്മൾ പറയുന്നത്. അപ്പോൾ അതേപോലെ സജി മാർക്കോസ്, ഡു യുവർ റിസർച്ച്. നമ്മുടെ കുറെ വർഷം പരിചയമുള്ള ആൾക്കാരല്ലേ. നേരിട്ട് പരിചയമുണ്ടോ ആളെ? സജി മാർക്കോസ് നേരിട്ട് പരിചയമുണ്ടോ? പിന്നെ അത് ശരി. പട്ടിണിയുടെ മറ്റൊരു അവസ്ഥാന്തരം. ശരി, പട്ടിണിയുടെ മറ്റൊരു അവസ്ഥാന്തരം കൂടി ഞാൻ കാണിക്കാം. ഗാസ സ്റ്റാർവിങ്. അത് വെറൈറ്റി ഒരു വീഡിയോ ആണ്. പൊക്കിരി റെഡി ആകുമ്പോൾ പറഞ്ഞോളൂ കേട്ടോ. ഞാൻ ഈ വീഡിയോ ജസ്റ്റ് ഒന്ന് പ്ലേ ചെയ്തിട്ട് നമുക്ക് അതിലേക്ക് വേണമെങ്കിൽ കിടക്കാം. അതെ, ഒരു ചെറിയൊരു വീഡിയോ ആണ് അതെ. അതായത് ഒരു പട്ടിണിയുടെ ഒരു വീഡിയോ ക്രിയേറ്റ് ചെയ്തപ്പോൾ പണി വാളിപ്പോയ ഒരു സംഭവം. അതായത് ഒരേ കുട്ടി ഒരു ഫേസ്ബുക്ക് പോസ്റ്റിൽ ഇട്ടിരിക്കുകയാണ്. അപ്പോൾ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് ഇട്ടിരിക്കുന്നത് ജൂലൈ 25 തന്നെ ഒരെണ്ണത്തിൽ ഉപ്പ് കലക്കി കുടിക്കുകയാണ് പട്ടിണിയാണെന്നും പറഞ്ഞിട്ട്. ഓക്കെ, മറ്റേ ചിത്രത്തിൽ ഏതാനും ദിവസങ്ങൾക്ക് മുന്നേ അവിടെ കാണുന്ന എന്താണ്, അവിടെ ഷവർമ ഉണ്ടാക്കി കഴിക്കുന്നതിൻ്റെ ചിത്രമാണ് കാണിക്കുന്നത്. അത് ഫുഡ് വ്ളോഗിങ് പോലെ. ഓക്കെ, ഇതാണ് കാണുക. The people of Gaza, they are not hungry. They are being starved. They are not poor. They are besieged. They are not helpless. They are oppressed. As for the 2 billion Muslims, they are not poor. അപ്പൊ ഈ ഈജിപ്തിലും ഇത് കാണാം. അതെ, ഈ ഉപ്പുണ്ടാക്കുന്നത് 2 ദിവസം മുന്നേ, മറ്റേത് ജൂലൈ 12. അതിനിടയ്ക്ക് പട്ടിണിയായിപ്പോയി. അതിൻ്റെ ഇടയ്ക്ക് പട്ടിണി, പെട്ടെന്നാണ് പട്ടിണി വന്നത്. ഈ സ്റ്റാർവേഷൻ എന്ന് പറയുന്ന സാധനത്തിൻ്റെ ഡെഫിനിഷൻ പോലും ഇവർക്ക് അറിയില്ല എന്നാണ് ഇവരുടെ ഇതിൽ നിന്ന് മനസ്സിലാവുന്നത്. ഈ അതെ 3 ഷവർമ നമ്മൾ ഒരെണ്ണം പോലും കഴിക്കാൻ നമ്മൾക്ക്, അതെ നമുക്ക് ഒരെണ്ണം പോലും കഴിക്കാനുള്ള ഒരു കപ്പാസിറ്റി ഇല്ല. അപ്പോഴാണ് 3 ഷവർമ. അല്ല, അതെ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമ്മൾ സ്റ്റാർവിങ് ആണെന്ന് നമ്മൾ പറയേണ്ടി വരും. ഇതാണ് കഥ. ഓക്കെ, ഇനി പൊക്കിരി ആയെങ്കിൽ ഞാനത് ഇടാം. അതെ, അപ്പോൾ കൂടി ഷെയർ ചെയ്യാനുള്ള ശ്രമം നടത്താം. കൈപ്പള്ളി എന്തോന്ന് വെച്ചിട്ടുണ്ടല്ലോ, അത് ഇതിലെയാണോ?
അല്ല അത് ഇത് കഴിഞ്ഞിട്ട് ഞാൻ അവതരിപ്പിക്കും. കഴിഞ്ഞിട്ട് വന്നാൽ മതി. ഓക്കെ, ഇപ്പോൾ വരുന്നുണ്ടോ? ഒരു സെക്കൻഡ്. വരുന്നുണ്ട്. വിൻഡോ ആണ് ഷെയർ ചെയ്യുന്നത്. വീഡിയോ വരുന്നുണ്ടോ നോക്കണം. ജസ്റ്റ് ഒന്ന് വിൻഡോ ഷെയർ ചെയ്ത ഓഡിയോ പാടാ, അതാണ്. ഓഡിയോ വരില്ല. വിൻഡോ ഷെയർ ചെയ്തിട്ടുണ്ടല്ലേ? യു ഹാവ് ടു ഷെയർ ടാബ് ഷെയർ ചെയ്യണം, അപ്പോഴേ വരുള്ളൂ. അതെ, അല്ല ടാബ് അതായത് ഞാനിപ്പോൾ ഇതേ വിൻഡോ തന്നെയുള്ള ടാബ് ആണോ? അതെ അതെ അങ്ങനെ വരുള്ളൂ. ഓക്കെ, ഒരു മിനിറ്റ്. അതെ. ഓ ഷെയർ ടാബ് ഇൻസ്റ്റഡ്. ഇവിടെ ഇംഗ്ലീഷിൽ എഴുതി വെച്ചിട്ടുണ്ട്, ഞാൻ അത് നോക്കിയിട്ടില്ല, സോറി. അതാണ് IT ആണ് അത്ര IT. ആ ഒരു മിനിറ്റ്, ഞാനിതൊന്ന് ശരിയാക്കി തരാം. ഇവനൊക്കെ ഉണ്ടാക്കി വിടുന്ന സോഫ്റ്റ്വെയർ ആപ്ലിക്കേഷൻ്റെ അവസ്ഥയാണ് ഞാൻ ആലോചിക്കുന്നത്. അങ്ങനെയൊന്നും ചോദിക്കില്ലേ. അങ്ങനെ ഈ കൂതറ സോഫ്റ്റ്വെയർ ഉണ്ടാക്കിയതുകൊണ്ടാണ് വർഷങ്ങൾക്ക് കഴിഞ്ഞിട്ടും അത് അപ്ഡേറ്റ് ചെയ്യാനും അത് മെയിൻറ്റെയിൻ ചെയ്യാനും ഇപ്പോഴും ആൾക്കാർ പൈസ തന്നോണ്ടിരിക്കുന്നത്. സുഹൃത്തുക്കളെ, പോക്കിരിന് എന്നാലും ഇങ്ങനെ കൃത്യമായിട്ട് ഉണ്ടാക്കരുത്. ഇങ്ങനെ ചവറ് സാധനങ്ങൾ. ഇതെന്താണിത്? ആ ഓക്കെ, കിട്ടി ഇപ്പൊ മക്കളെ. ശരിയായോ? പിന്നല്ല, ഞാനല്ലേ ശരിയായില്ലേ? പിന്നെ ഒരു ന്യൂ ടാബ് എന്തെങ്കിലും ഒന്ന് ചെയ്യൂ. അതെ അതെ. ഇപ്പൊ ശബ്ദം വരുന്നുണ്ടോ നോക്കണേ. ശബ്ദത്തിന് വേണ്ടി മാത്രം ഒരാള് സഹിക്കുന്ന ഒരു അവസ്ഥയാണ് മനസ്സിൽ. കേക്കാറോ? യെസ്, ഓക്കെ ഓക്കെ. താങ്ക് യു. പ്രസന്റ് ചെയ്യാൻ പറ്റുമോ? والموز موز والبلح بلح واللحمة لحمة واليوم لفات Clear. رز ولفات رز ويا حبيبي وهم അവര് കഴിക്കുന്ന പഴത്തിന്റെ പേരൊക്കെയാണ് പറയുന്നത്. يغلب عليكم المانجا مانجا ابو بهجة. مانجا نرجع مانجو. موز موز يا ابو بهجة. موز പഴം. والبلح بلح يا ابو بهجة. واليوم خمس بلح ابو بهجة. وراحت عليك يا ابو خالد، راحت عليك، راحت عليك. الخير كله كب علينا يا ابو خالد. ان شاء الله يا اخوان ابو خالد حيقصر، حيجيب لكم عام مبرومه. ഇൻഷാ അല്ലാഹ് നാളെ വീണ്ടും ഇതേപോലത്തെ പഴങ്ങൾ കഴിക്കാൻ സൗഖ്യം നൽകുമാറാണ്. ആമീൻ. അപ്പോൾ ഇതായിരുന്നു എനിക്ക് കാണിക്കാനുള്ളത്. പിന്നെ ഒരു സെക്കൻഡ് പോക്കിരി, ഇത് ഒരു ചിത്രം കൂടി ഒന്ന് കാണിച്ചേക്കാം. ഏതായാലും അവിടെ അല്ല, 2 ചിത്രങ്ങളുണ്ട്. ഞാൻ വിചാരിച്ചത് ആ ചിത്രങ്ങൾ ഇവിടെ കാണിക്കാൻ പറ്റില്ല എന്ന് വിചാരിച്ചാണ്. അത് ഈ ചിത്രം കണ്ടിരുന്നു. ഇതില് ഈ ബലഹ് എന്ന് പറയുന്ന സാധനം ശ്രദ്ധിക്കണേ. ഈ ബലഹ് എന്ന് പറയുന്നത് ഉണക്കിയ ഈത്തപ്പഴമല്ല, ഫ്രഷ് ഈത്തപ്പഴമാണ്. ഓ ശരി. ഓക്കെ, റുത്തബാണ് പഴുത്ത് മറ്റേ നമ്മള് ചുരുങ്ങി നമ്മുടെ നാട്ടിലൊക്കെ കിട്ടുന്ന ഈ ചവിട്ടി കൂട്ടിയ ഈത്തപ്പഴം. അപ്പൊ ബലഹ് അവിടെ കിട്ടണമെന്നുണ്ടെങ്കിൽ അവിടെ കൾട്ടിവേഷൻ കൃഷിയുണ്ട് എന്നുണ്ടെങ്കിൽ ആ പരിസരത്ത് നിന്ന്, അടുത്ത പ്രദേശത്ത് നിന്ന് കൊണ്ടുവരണം. ഈജിപ്തിൽ നിന്ന് സ്മഗിൾ ചെയ്യണം, അല്ലെങ്കിൽ ഇസ്രായേലിൽ നിന്ന് കൊണ്ടുവരണം. അത് എളുപ്പം കിട്ടുന്ന സാധനമല്ല. അത് ഈ ഒരു അവസരത്തിൽ ഓർമ്മിപ്പിക്കണം. റിഫ്രിജറേറ്റ് ചെയ്തെങ്കിലും കൊണ്ടുവരാൻ പറ്റണം. അതെ. ഇതിലതെ ഈ പട്ടിണി കിടന്ന് മരിച്ച ബാലികയുടെ ഉമ്മയാണ് ഈ നിൽക്കുന്നത്. ഇത് ഞാൻ പറഞ്ഞതാണ്, ഈ കുട്ടികൾക്കുള്ള ഭക്ഷണം മുഴുവൻ ഒറ്റയടിക്ക് കുട്ടിയെ തട്ടിയ ഉമ്മമാരാണ് ഈ നിൽക്കുന്നത്. ഇതാണ് കാണുന്നത്. ഇവരെ കണ്ടിട്ട് പട്ടിണിക്കോലമാണെന്ന് എവിടെയെങ്കിലും തോന്നുന്നുണ്ടോ? എവിടെയാണ് പട്ടിണിയുള്ളതെന്നുള്ളതാണ് നമ്മൾ ചോദിക്കുന്നത്. ഇത് പട്ടിണി ഉണ്ടെങ്കിൽ നമ്മുടെ പ്രശ്നം നമ്മളത് പറഞ്ഞിരിക്കും, അതിൽ നമുക്ക് ബുദ്ധിമുട്ടൊന്നുമില്ല. പക്ഷേ നിങ്ങൾ ഈ ഇല്ലാത്ത സാധനം ഉണ്ട് എന്ന് പറയാൻ വേണ്ടി ശ്രമിക്കുന്നതുകൊണ്ടാണ് നമ്മളിതിങ്ങനെ പറയേണ്ടി വരുന്നത്. അവിടെ നിങ്ങൾ മാനവിക വിരുദ്ധനാക്കാൻ വേണ്ടിയിട്ട് വന്നിട്ട് കാര്യമൊന്നുമില്ല. നിങ്ങൾക്ക് പ്രൂവ് ചെയ്യാൻ കഴിയില്ല അവിടെ പട്ടിണി ഉണ്ട് എന്നുള്ള കാര്യം. ഏതായാലും കുറച്ച് നാൾ കൂടി കഴിയുമ്പോൾ അതിൻ്റെ സത്യാവസ്ഥയും കൂടി പച്ചയ്ക്ക് തന്നെ പുറത്ത് വരുന്നൊരവസ്ഥ ഇപ്പോൾ തന്നെ നമുക്ക് കാണാം. പല രീതിയിൽ നിങ്ങൾ പറയുന്ന ഇതിൻ്റെ കള്ളത്തരം എന്താണെന്ന് നമുക്ക് കാണാൻ കഴിയുന്നു. അതുകൊണ്ട് നമ്മളിവിടെ പറയുന്നത്. പക്ഷേ ഒന്നുകൂടി വെയിറ്റ് ചെയ്താൽ കുറച്ചും കൂടി ക്ലിയർ ആയിട്ട് തന്നെ അത് അവിടെ വരും. ഓക്കെ, പൊക്കിരി അത് ഷെയർ ചെയ്യാറായോ? അതെ. അപ്പോൾ ഞാൻ എന്തായാലും ആ കുട്ടികളുടെ ചിത്രം കൂടി കാണിക്കാം. ഒരു മിനിറ്റ്. ഏതാണ് കാണുന്നുണ്ടോ? അപ്പോൾ ഞാൻ ചിത്രം ഫുള്ളായിട്ട് കാണിക്കുന്നില്ല, ജസ്റ്റ് നിങ്ങൾക്ക് ഇത് കാണാമല്ലോ എൻ്റെ സ്ക്രീനല്ലേ? യെസ്. ഇത് നോക്കി, ഇതാണ് ഒരു കുട്ടി. ഇതേപോലെ ഒരു ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന മറ്റൊരു കുട്ടിയുടെ ഫോട്ടോ ആണ് ഇപ്പോൾ വ്യാപകമായിട്ട് അതാണ് ഉപയോഗിക്കുന്നത്. അത് പുതിയ ഫോട്ടോ ആണ്. ഈ ഫോട്ടോ എടുത്ത ആളുകളുടെ പശ്ചാത്തലം ഞാൻ നോക്കി. ഹമാസിൻ്റെ പ്രൈസൊക്കെ മേടിച്ച ഫോട്ടോഗ്രാഫേഴ്സൊക്കെ ഇതിലുണ്ട്. മികച്ച ഫോട്ടോകൾ പ്രൈസ് ആയിരിക്കും. അപ്പോ അല്ലെ ഇതിനകത്ത് അതെ, ഈ കുട്ടിയുടെ പലതരം ആംഗിളിൽ നിന്നുള്ള ഫോട്ടോ ഒന്ന് ആലോചിച്ച് നോക്കുക. സ്വന്തം കുട്ടികളെ ഉപയോഗിച്ച് പിച്ചെടുക്കേണ്ട ഒരു ഗതികേട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ പറയുന്നത്. അതും ഈ സ്ത്രീക്കുള്ള മാൽന്യൂട്രീഷൻ നിങ്ങൾ നോക്കി. ഈ സ്ത്രീക്ക് കുട്ടീനേക്കാളും ഫുഡ് കിട്ടുന്നുണ്ടെന്നാണ് മനസ്സിലാവുന്നത്. ഒന്ന് ആലോചിച്ച് നോക്കി, കുട്ടിയുടെ അമ്മയാണ്. അപ്പോ ഇതുപോലത്തെ ഫോട്ടോ കാണിച്ചിട്ട്, അതായത് നമ്മുടെ യുക്തിയെ കളിയാക്കണം. ഇതുപോലെ വേറെ അണ്ടർലൈങ് ആയിട്ടുള്ള കണ്ടീഷനുള്ള രോഗങ്ങളുള്ള ചില കുട്ടികൾ
ഇതിൽ പറഞ്ഞ ഫോട്ടോകളിലും വീഡിയോകളിലും റീലുകളിലും ഒക്കെയുള്ള കുട്ടികളുടെ പ്രശ്നം എന്താണെന്നറിയോ? അവർക്ക് ന്യൂട്രിയൻസ് അബ്സോർബ് ചെയ്യാൻ പറ്റുന്നുള്ള രോഗങ്ങളാണ്. അതായത് പോഷകം അബ്സോർബ് ചെയ്യാൻ ബുദ്ധിമുട്ടുള്ള രോഗങ്ങളാണ് അവരുടേത്. ഇതിൽ എനിക്ക് തോന്നുന്നു ഈ കുട്ടിയുടെ ഈസോഫാഗസിന് കംപ്ലൈന്റ് ഉണ്ട് എന്ന് പറഞ്ഞൊരു കുട്ടിയുടെ വാർത്ത ഞാൻ കണ്ടിരുന്നു. അതിനെടുത്ത് വെച്ചിട്ടാണ് ഇതേപോലെ പട്ടിണി മരണം പറഞ്ഞ് കാണിക്കുന്നത്. ഈസോഫാഗസിന് കംപ്ലൈന്റ് വന്നാൽ നമ്മുടെ നാട്ടിലാണെങ്കിലും കുട്ടികൾ ഇങ്ങനെ ആവും. ഇത് മറ്റൊരു കുട്ടിയാണ്. ഇതാണ് മറ്റൊരു കുട്ടി. ഈ കുട്ടിയുടെ വിവിധ തരം ആംഗിൾ. അത് നമുക്ക് ഒന്നാമത് കുട്ടികളുടെ പ്രൈവസിയും കൂടി നമ്മൾ നോക്കണ്ടേ. പലതിലും ഈ കുട്ടിയുടെ അണ്ടർവെയർ പോലും ഇല്ല. നിങ്ങൾ ശ്രദ്ധിക്കണം. അതായത് ആ കുട്ടിയെ ഉപയോഗിച്ച് ഇവർ ഈ പ്രൊപ്പഗാൻഡ വ്യാപിപ്പിക്കാൻ വേണ്ടിയിട്ട് പലതരത്തിൽ ആ കുട്ടിയെ ചൂഷണം ചെയ്യണം. അതായത് കുട്ടിയെ വസ്ത്രം പോലും ഇടാതെ ഒരു പ്രത്യേക തരം കാക്ക വൈകൃതമാണ് കണ്ടുപിടിക്കുന്നത്. നമ്മളുടെ ഇമോഷനെ അള്ളിക്കൊണ്ടാണ് ഇതുപോലുള്ള ക്യാമ്പയിൻസ് ഒക്കെ നടക്കുന്നത്. ഇതുപോലത്തെ ഒരു ക്യാമ്പയിൻ പണ്ട് കാസർഗോഡ് നടന്നിട്ടുണ്ട്. നിങ്ങൾക്ക് അറിയാമെന്നറിയില്ല. നമ്മുടെ എൻഡോസൾഫാൻ ദുരിതം. അതെ, അതാണ് ഞാൻ പറയാമെന്നാണ് ശരിക്കും. അതെ, അതില്ലാത്ത ഒരു ദുരിതം, ഇല്ലാത്ത ഒരു ക്രൈസിസിനെ അതിനെ ഊതിപ്പെരുക്കി ഇതുപോലുള്ള ഹൈഡ്രോസെഫാലിസം, അതേപോലെ മസ്കുലർ ഡിസ്ട്രോഫി ഇതുപോലുള്ള കുട്ടികളെ അത് എല്ലായിടത്തും ഉണ്ടാവുമല്ലോ. പക്ഷേ ഇത് ഇൻസിഡൻസസ് ഇതുമായിട്ട് മാച്ച് ചെയ്യുന്നില്ല. ഈ തെളിച്ചെടുത്തും തെളിക്കാത്തിടത്തതും എല്ലാം സെയിം. ഇൻഫാക്ട് തെളിച്ചെടുത്ത് കുറവായിരുന്നു, തെളിക്കാത്തിടത്ത് ആണ് ഇത് ഇൻസിഡൻസസ് കൂടുതലായിട്ട് കാണിച്ചത്. എനിവേ, അതേപോലത്തെ ഈ ഇമോഷനെ നമ്മുടെ വികാരങ്ങളെ അപ്പീൽ ചെയ്തുകൊണ്ട്, അപ്പീൽ ടു ഇമോഷൻ, അതാണ് ഇതിൽ വർക്കൗട്ട് ചെയ്യുന്ന ഒരു ടാക്ടിക്. അപ്പോൾ എല്ലാവരും നോക്കും, എല്ലാവരും ശ്രദ്ധിക്കും. നമുക്ക് സങ്കടം ഉണ്ടാക്കുന്ന കാര്യങ്ങളാണ്, വിഷമം ഉണ്ടാക്കുന്ന കാര്യങ്ങളാണ്. അതിന് കാരണമായിട്ട് അവർ പിന്നീട് പറയുന്നത്, ആദ്യം ഈ ഇമേജ് കാണിക്കും, എന്നിട്ട് പറയും ഇത് ഇന്ന കാരണം കൊണ്ടാണ്. സോ നമ്മൾ ഈ ഹൃദയമലിയിപ്പിക്കുന്ന കുറേ ചിത്രങ്ങളാണ് ഇതിൽ വരുന്നത്. അപ്പം നമ്മൾ അധികം റാഷണലായിട്ട് അവിടെ ചിന്തിക്കില്ല. ബിക്കോസ് യു ഹാവ് ഓൾറെഡി ട്രിഗേർഡ് യുവർ ഇമോഷണൽ സെൻറ്റേഴ്സ് ഓഫ് ദ ബ്രെയിൻ. പിന്നെ നമ്മൾ ഇമോഷണലായിട്ട് മാത്രമേ ബാക്കി എല്ലാം കേൾക്കാൻ പോലും നിൽക്കുന്നു. ഇവൻ നമ്മൾ പോലും ഇങ്ങനെ ഒരു ആര് എന്ന് പറയുമ്പോൾ നമ്മളത് വായിക്കും, അത് ശരിയാണല്ലോ. ഈ ആർ ഇമ്മീഡിയറ്റ്ലി അട്രാക്ട് ടു ദാറ്റ് ഇമേജ്, ഇറ്റ്സ് എ ഹൊറിഫിക് ഇമേജ്. ഇതാണ് അവിടെ വർക്കൗട്ട് ചെയ്യുന്നത്. അങ്ങനെ ആൾക്കാർ സാധാരണ ഇങ്ങനെ ഇത്രയും കോംപ്ലക്സ് ആയിട്ട് ചിന്തിക്കാൻ പറ്റാത്തവരാണ് അധികം പേര്. അവരെല്ലാവരും ഇതിൽ അങ്ങ് വീണ് പോകും. അതെ. അപ്പോൾ ഈ അവരുടെ സ്വന്തം ഇതാണ് എനിക്ക് മനസ്സിലാവാത്തത്. സ്വന്തം കുട്ടികളെ ഇങ്ങനെയൊക്കെ ഇതിനു വേണ്ടി ഉപയോഗിക്കണം, കുറച്ച് ധൈര്യം എന്നൊക്കെ, അതൊരു തരം ലെവൽ കടന്നിട്ട് ഉള്ള ആളുകൾക്കേ പറ്റുള്ളൂ. മുസ്ലിങ്ങൾക്ക് പ്രത്യേകിച്ച് അതിനെ അവരെ സംബന്ധിച്ചോളം നമ്മൾ പ്രതീക്ഷിക്കുന്നത് മിനിമം ഇത്രയെങ്കിലും കാര്യങ്ങളാണ്. പക്ഷേ എന്നാലും നമ്മളിങ്ങനെ ചിന്തിക്കും, ഇതിനൊക്കെ ഈ സ്വന്തം കുട്ടിയെ ഈ അമ്മമാർക്കൊക്കെ ഇങ്ങനെ കാഴ്ചവെക്കാൻ ആളുകളുടെ മുന്നിൽ ഇതുപോലെ കാണിക്കുക. ആ കുട്ടിയുടെ രോഗമാണ് അവർ ചൂഷണം ചെയ്യുന്നത്. ആ കുട്ടിക്ക് മാൽന്യൂട്രീഷൻ അല്ല ശരിക്കും അവിടുത്തെ പ്രശ്നം. ആ കുട്ടിക്കുള്ള രോഗം ലോകത്തിന് പരസ്യപ്പെടുത്തി ശരിക്കും ആ കുട്ടിയെ കൂടി എന്താ പറയുക ബുള്ളിങ്ങിന് വിധേയമാക്കുന്നതാണ്. കാരണം സോഷ്യൽ മീഡിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പരനാറികളുടെ ഒരു പ്രദേശമാണ്. അവിടെ ഈ ഇതിനകത്ത് വരുന്ന കമൻറ്റുകളൊക്കെ ആ കുട്ടിക്ക് നേരി വരുന്ന ബോഡി ഷേമിങ്ങും ഇതും കൂടി പരിഗണിക്കണം. ഒന്നാമത് കുട്ടികളെ ചിത്രം കാണിക്കുന്നത് തന്നെ ഒരു റിസ്ക് ആണ് ശരിക്കും സോഷ്യൽ മീഡിയയിൽ. അത് തന്നെ പല രീതിയിൽ ചൂഷണം ചെയ്യപ്പെടാം എന്നുള്ളതാണ്. അപ്പോഴാണ് സ്വന്തം കുട്ടിയുടെ ഇതുപോലെ പോസ് കൊടുക്കുന്നത്. ഞാൻ പറഞ്ഞില്ലേ, അണ്ടർവെയർ, കുട്ടിയുടെ അണ്ടർവെയർ അഴിച്ചിട്ട് അമ്മ തോളത്തിട്ടിട്ട് പോസ് ചെയ്യുന്നു. ഗാസക്കാരുടെ ഒക്കെ ഒരു അധപ്പതനം. ഈ വൃത്തികെട്ട മനുഷ്യന്മാർക്ക് വേണ്ടിയിട്ടാണ് ഇസ്രായേൽ സ്വന്തം പൈസ എടുത്തിട്ട് അവർക്ക് ഭക്ഷണം കൊടുക്കുന്നതെന്ന് ഓർക്കുമ്പോഴാണ് നിങ്ങൾക്ക് ഇസ്രായേലിന്റെ മഹാത്മ്യം മനസ്സിലാവും. ഇവരുടെ സ്വഭാവത്തിന്, സ്വന്തം ആളുകളോട് ഇവർ ചെയ്യുന്നതാണ്, സ്വന്തം കുട്ടികളോട് ഇവർ ചെയ്യുന്ന ഈ സ്വഭാവത്തിന് ഇവരെ ഏതെങ്കിലും മനുഷ്യൻ വിശ്വസിക്കുമോ എന്നുള്ളത് നിങ്ങൾ ചിന്തിച്ചു നോക്ക്. ഓക്കെ ഓക്കെ, അടുത്തത് ഇതിലുണ്ടോ കാണിക്കാൻ? അടുത്തത് ഇതുമായി ബന്ധപ്പെട്ടൊരു വാർത്തയല്ല. അത് ഓക്കെ, അത് ഞാൻ പറയണമെങ്കിൽ പറയാം, അല്ലെങ്കിൽ നമുക്ക് വേറെ എന്തെങ്കിലും വിഷയം ഉണ്ടെങ്കിൽ അതിലേക്ക് പോകാം. കൈപ്പള്ളി എന്തോ എടുത്ത് വെച്ചിട്ടുണ്ട്. എനിക്ക് ഒറ്റ സിംഗിൾ ന്യൂസ് ഐറ്റം മാത്രമേ ഉള്ളൂ. വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്തയാണ്. ഈജിപ്റ്റ് ജൂൺ 1 ഈജിപ്റ്റ് ലോഞ്ചസ് ക്യാമ്പയിൻ ടു കർബ് സിംഗിൾ യൂസ് പ്ലാസ്റ്റിക്. നമുക്കറിയാം പ്ലാസ്റ്റിക് വളരെ ദോഷം ഉള്ള ഒരു കാര്യമാണ്. പ്രത്യേകിച്ചും കടലിലും ഈ മൈക്രോ പ്ലാസ്റ്റിക്സ് വലിച്ചെറിയുന്നു. നമ്മുടെ ട്രാഷ് എല്ലാം പോയി കടലിൽ പോയി അടിഞ്ഞിട്ട് മത്സ്യം കുഞ്ഞുങ്ങളെല്ലാം അതിൽ ട്രാപ്ഡ് ആവുന്നു. അതുപോലെ അതവർ ഭക്ഷിക്കുന്നു. പ്ലാസ്റ്റിക്, മൈക്രോ പ്ലാസ്റ്റിക്സ് ഫുഡ് ചെയിനിൽ വന്നിട്ട് പലതരത്തിലുള്ള, ഈവൻ കോഴിമുട്ടയിൽ പോലും മൈക്രോ പ്ലാസ്റ്റിക്സ് ഡിസിൻറ്റിഗ്രേറ്റ് ചെയ്യാതെ അത് ആ ഫുഡ് ചെയിൻ മൊത്തമായിട്ട് ഡയോക്സിൻ കലർന്ന് നമ്മളുടെ കോശങ്ങളിലേക്ക് എത്തുന്നു, ക്യാൻസേഴ്സ് വരുന്നു. ഇതൊക്കെ നമുക്ക് അറിയാവുന്ന കാര്യം. അപ്പം
വളരെ നല്ലൊരു കാര്യം എന്ന് വെച്ചാൽ ഈജിപ്റ്റ് ഹാസ് ടേക്കൺ ഫസ്റ്റ് സ്റ്റെപ്പ്. ഒരു വലിയൊരു കോൺഫറൻസ് വിളിച്ച് കൂട്ടിയിരിക്കുന്നു. ഒരുപാട് അക്കാഡമീഷ്യൻസ്, ഒരുപാട് സയൻറ്റിസ്റ്റുകൾ എല്ലാം അതിൽ ചേർന്നിട്ട് ഈ വാർത്ത നിങ്ങൾക്ക് വായിക്കാവുന്നതാണ്. ആൻഡ് വെരി ഇൻട്രസ്റ്റിംഗ്ലി അത് സെയിം ന്യൂസ് തന്നെയാണ്. പല കമ്പനികൾക്കും അവർ വളരെ സീരിയസ് ആയിട്ട് ക്യാമ്പയിൻ മുന്നോട്ട് കൊണ്ടുപോകുന്നു. അതുപോലെ ഈ ഖത്തറിലും നമ്മുടെ ഏറ്റവും പ്രിയപ്പെട്ട അന്നദാതാവായിട്ടുള്ള ഖത്തർ, നമ്മുടെ തൊഴിൽ ദാതാവായിട്ടുള്ള ലുലു ദാതാമാരെല്ലാം കൂടി ചേർന്ന് നിന്ന് പ്ലാസ്റ്റിക് ബാഗ് ഫ്രീ ഡേ അവർ ആഘോഷിക്കുകയാണ്. ഇന്നൊരു ദിവസത്തേക്ക് ഞങ്ങൾ പ്ലാസ്റ്റിക് ഉപയോഗിക്കില്ല എന്ന് പറഞ്ഞിട്ട് അതിൻ്റെ വാർത്തയും നിങ്ങൾക്ക് വായിക്കാവുന്നതാണ്. അപ്പോൾ ഖത്തറും അതുപോലെ 1 ഡേ ടാർഗറ്റിംഗ് പ്ലാസ്റ്റിക് പൊല്യൂഷൻ 2022 തന്നെ തുടങ്ങിയതാണ്. അവർ വളരെ മുന്നിലാണ് ഈ കാര്യത്തിൽ. അതിനെ പറ്റിയൊക്കെ ശരിക്കും പഠിച്ച് മനസ്സിലാക്കി അവർ മുന്നോട്ട് പോകുന്നത്. അപ്പോഴാണ് ഈ വാർത്ത വരുന്നത്. ഇതിൽ പറയുന്നത് ഒരു പ്രതിഷേധത്തിൻ്റെ ഭാഗമായിട്ട്, അല്ലാതെ അവർക്ക് ഈ സമുദ്രത്തിനോടും കടലിനോടും ഒക്കെ അങ്ങേയറ്റം ബഹുമാനമുള്ളവരാണ്. പ്രതിഷേധത്തിൻ്റെ ഭാഗമായിട്ട് മാത്രം കുറച്ച് മാവ് കുപ്പിക്കകത്ത് നിറച്ച് കടലിൽ വലിച്ചെറിയുകയാണ് ഈ അക്കാഡമിഷ്യൻ. ഇദ്ദേഹം ഒരു അക്കാഡമിക്കാണ്. അദ്ദേഹത്തിൻ്റെ പേര് ഇവിടെ ഞാൻ വായിച്ച് കണ്ടില്ല. എന്തോ ഒരു പേരാണ്, എന്തോ ഒരു കോയയാണ്. അദ്ദേഹം കുപ്പിയിൽ മാവ് നിറച്ച് ഗാസയിലുള്ള പട്ടിണി, ഇപ്പം നേരത്തെ കാണിച്ച ആ കുഞ്ഞിന് വേണ്ടി, അവർക്ക് വേണ്ടി ഈ പട്ടിണി മരണം കൊണ്ട് ഒരുപാട് പേര് ദുരിതം അനുഭവിക്കുന്നത്. അപ്പം ഈ കുപ്പിക്കകത്ത് മാവ്, മൈദയും ഹമസും എല്ലാം നിറച്ചിട്ട് സമുദ്രത്തിലേക്ക് അവർ വലിച്ചെറിയുന്ന ഒരു രംഗമാണ്. throwing plastic bottles filled with grain and flour into the sea, hoping they will reach Gaza. അങ്ങനെയെങ്കിലും അവർ ഇത് ഗാസയിലേക്ക് എത്തുമല്ലോ എന്നുള്ള അവരുടെ ആ ഒരു അടിപൊളിയായിട്ടുള്ള ഒരു സയൻറ്റിഫിക് അപ്രോച്ച്. ഇതിങ്ങനെ ഫ്ലോട്ട് ചെയ്ത് ഗാസയിൽ കറക്റ്റായിട്ട് അവിടെ ചെന്നെത്തും. അപ്പം ഇതാണ് ഇതിൽ ഉള്ള വീഡിയോ. ഇതാണ് ആ വീഡിയോ, നിങ്ങൾ കണ്ടു നോക്കൂ. പടച്ച തമ്പുരാനെ, ഈ കുപ്പിയിൽ ഉള്ള ഇങ്ങനെ ഹുമ്മൂസും മൈദമാവും അതുപോലെ ഇതെല്ലാം മസാലയൊക്കെ ചേർത്തിട്ട് കടലിൽ ഇങ്ങനെ വലിച്ചെറിയണം. അതങ്ങനെ ഒഴുകി ഈജിപ്റ്റ് വരെ. ഇത് അൽ അണ്ണാറക്കണ്ണനും തന്നാലായത്. അതാണ് അണ്ണാറക്കണ്ണനും തന്നാലായത്. വെറും അണ്ണാറക്കണ്ണനല്ല, അൽ അണ്ണാറക്കണ്ണൻ. സോറി. അതിനിടയിൽ ഇനിഷ്യേറ്റീവ് ടു ഡെലിവർ ഫുഡ് ടു ഗാസ ബൈ ബോട്ടിൽസ് ഇൻ സീ. നല്ല വാർത്തയും വന്നിട്ടുണ്ട്. ഇത് ഞാൻ വിചാരിച്ചു ഇത് നമ്മുടെ അടുപ്പ് കൂട്ടി ചർച്ച ടീംസ് മീഡിയ ഫണ്ട് അവർ ഉണ്ടാക്കിയ വാർത്തയാണ്. നോക്കിയപ്പോൾ ഉള്ള സാധനമാണ്. കാരണം അറബ് ന്യൂസ് ഇത് തന്നെയാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. അപ്പം വളരെ നല്ല ഒരു ദൗത്യമായിട്ട് എനിക്ക്. അല്ല, ഞാൻ ചോദിക്കണത് ഈജിപ്ത് എന്തിനാ ഇത്ര കഷ്ടപ്പെടുന്നത്? അവരുടെ ഒരു വലിയ ബാരിയർ, ഒരു വലിയ വേലിക്കെട്ട് അവിടെ ഉണ്ട്. അതങ്ങ് പൊളിച്ചു കൊടുത്താൽ പോരെ ഗാസക്കാർക്ക് നേരെ ഈജിപ്തിൽ വന്ന്. വാട്ട് ഈസ് ദ ഫൺ ഇൻ ഡൂയിങ് ദാറ്റ്? അപ്പൊ ഈ കുപ്പി എറിയാൻ പറ്റില്ലല്ലോ, കടലിൽ ഇങ്ങനെ കുപ്പി എറിഞ്ഞ് ഇങ്ങനെ ആഘോഷിക്കാൻ പറ്റും. അതിലൊരു ത്രില്ലില്ല. സംശയം വെച്ചാൽ ഈ ഗ്രേറ്റ തൂൺബർഗ് ഇത് കണ്ടിട്ട് എന്ത് ചെയ്യും എന്നുള്ളതാണ്. ഗ്രേറ്റ തൂൺബർഗ് അവര് ഈ പ്രകൃതിക്ക് വേണ്ടിയും വനനശീകരണത്തിന് വേണ്ടിയും സമുദ്രങ്ങളിൽ നമ്മൾ ഇങ്ങനെ ട്രാഷ് കൊണ്ട് ഡംപ് ചെയ്യുന്നതിനെ പറ്റിയും ഒക്കെ ഭയങ്കരമായിട്ട് അങ്കലാപ്പും വേവലതയും വ്യാകുലതയും ഒക്കെ കൊള്ളുന്നതാണ്. ഇങ്ങോട്ടൊക്കെ വരികയും ചെയ്തു അല്ലേ. ഗാസയിലോട്ട് കപ്പൽ മുഖാന്തരം അവിടെ വന്നു, അവർ തിരിച്ചു വിട്ടു. അവൾ എന്തായിരിക്കും ഇതിനെ കുറിച്ച് പറയുന്നത്? വിൽ ഷീ ഓൾസോ ഫീൽ ലൈക്ക് ത്രോയിങ് എ ഫ്യൂ ബോട്ടിൽസ് ഇൻടു ദ സീ? അവിടെ ചെന്നിട്ട് അവിടെ നിന്ന് യൂറോപ്പിൽ നിന്ന് കുറെ കുപ്പികൾ ഇങ്ങനെ വലിച്ച് കടലിൽ എറിഞ്ഞാൽ അവിടെ എന്തായിരിക്കും അവസ്ഥ? ആ ക്യാമ്പയിൻ അവിടെയും തുടരണം. എനിക്ക് തോന്നുന്നു കേരളത്തിലും ഈ ക്യാമ്പയിൻ നിങ്ങൾ നടത്തണം. അവിടെ നിന്ന് ഈ കുപ്പികൾ വലിച്ചെറിഞ്ഞ്, കുപ്പികൾ മാത്രം വേണ്ട, വേണമെന്നുണ്ടെങ്കിൽ ഒരു വലിയൊരു പ്ലാസ്റ്റിക് തന്നെ വേണം. വലിയൊരു പ്ലാസ്റ്റിക്കിന്റെ ഡബ്ബ, അതിനകത്ത് കുറെ മൈദയും ഇതൊക്കെ നനച്ചിട്ട് നിങ്ങൾ കടലിൽ ഒഴുക്കി, ഈ കടലിൽ അത് അവിടെ ചെന്ന് എത്തും, അവിടെ നിന്ന് ചേർന്ന് പെടും. ഈ വാർത്ത എനിക്ക് കാണിച്ചു തന്നത് നമ്മുടെ സജീഷ് എന്ന് പറഞ്ഞ സുഹൃത്താണ്. ഇത് അവതരിപ്പിക്കണം എന്ന് എനിക്ക് തോന്നി. താങ്ക് യു. ലൈക്ക് ചെയ്യാൻ മറക്കണ്ട, ഷെയർ, സബ്സ്ക്രൈബ്, അതുപോലെ മറ്റു തരത്തിലുള്ള ഡൊണേഷൻസ്, കാര്യങ്ങൾ എല്ലാ ഡീറ്റെയിൽസും ഡിസ്ക്രിപ്ഷനിലുണ്ട്. നമുക്ക് വീണ്ടും കാണാം.